Assalamualaikum warahmatullahi wabarakatuh. وعليكم السلام ورحمة الله وبركاته. Alhamdulillah. الذي أنزل آيات بينات كتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات تدبر القرآن. أين وقفنا يا إخواني والأخوات؟ 252 കഴിഞ്ഞ് ഇനി 253 മുതൽ 56 വരെ. 53 ആണോ? ആ 3 മുതൽ 56 വരെ. 52 വരെ കഴിഞ്ഞു. സ്ക്രീന് കാണില്ലല്ലോ. സ്ക്രീന് ഖുർആന് കാണില്ല. ഉസ്താദിനെ മാത്രമേ കാണുള്ളൂ. ഉസ്താദിനെ കണ്ടാ പോരെ? ഖുർആനിൽ അതേനെ എന്നും കാണല്. എത്രാമത്തെ പേജ്? ഖുർആനിൽ എത്രാമത്തെ പേജ്? 42. 42. 42ാമത്തെ സ്ക്രീൻ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. രണ്ടാമത്തെ സ്ക്രീൻ. അതെല്ലാം കാണുന്നുണ്ടോ? കാണില്ല. ഇപ്പൊ കാണാനുള്ള ബക്കറ വരെ കണ്ടു. ബക്കറ ഉണ്ട്. ബക്കറാന്ന് എഴുതിന്, പക്ഷെ സ്ക്രീൻ 42ാമത്തെ എത്തിയില്ല കേട്ടോ. വരും. طيب اليوم نتكلم عن آية 53 بعد 200 إلى آية 56 بعد 200. 250 മാറിയോ? അതെ, 253 മുതൽ 256 വരെയുള്ള സൂക്തങ്ങളായിരിക്കും ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد. يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. تلك الرسل അപ്പൊ തിൽക്ക റുസുൽ നമ്മൾ കുറെ ചർച്ച ചെയ്തല്ലോ ഇതല്ലേ? നിങ്ങൾക്ക് പേജ് അയച്ചു തന്നു. നിങ്ങൾ വായിച്ചൊക്കെ നോക്കി.
എന്താ സംശയം തോന്നിയോ? മയക്കൊക്കെ ഓഫ് ചെയ്ത് അപശബ്ദം വന്നുകൊണ്ട്. സോറി. അപ്പൊ നിങ്ങളുടെ നിന്നാണ് അപശബ്ദം വന്നത്? ആണോ അറിയില്ല. തിൽക്ക റുസുൽ. അപ്പൊ ഒരു തിൽക്ക ഉണ്ട് അവിടെ. അപ്പൊ തിൽക്ക വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് എന്നാ പറഞ്ഞത് അല്ലേ? അതാണ് പ്രവാചകന്മാർ, അല്ലെങ്കിൽ ആ പ്രവാചകന്മാർ. തിൽക്ക റുസുൽ. ഇവിടെ തിൽക്ക വന്നതിനെ കുറിച്ച് തിൽക്ക ഇങ്ങോട്ടും ചേർക്കാം അങ്ങോട്ടും ചേർക്കാം. നേരത്തെ കുറെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. തിൽക്ക ആയാത്തുല്ലാഹി നത്ലുഹാ അലൈക ബിൽ ഹഖ് വഇന്നക ലമിനൽ മുർസലീൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നേരത്തെ കുറെ പ്രവാചകന്മാരെ കുറിച്ചും അവർക്ക് നൽകിയ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചും ഒക്കെയാണ് പരാമർശിച്ചു വന്നത്. ആ കൂട്ടത്തിൽ തിൽക്ക പറഞ്ഞതാകാം, അല്ലെങ്കിൽ ആ റുസുലു, ആ പ്രവാചകന്മാർ എന്നിട്ട് തിൽക്ക എന്ന് പറഞ്ഞതാകാം. ഇനി അപ്പൊ ആ തിൽക്ക എന്നത് ബഹുമാന പുരസ്സരം അതിനെ എന്താണ്, അതിന്റെ ബഹുമാനമല്ല, അതിന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ട് തിൽക്ക ഉപയോഗിക്കാറുണ്ട് എന്നാണ് ഒരു കൗല്. മറ്റൊരു അഭിപ്രായ പ്രകാരം റുസുലു എന്നത് സ്ത്രീലിംഗ, ബഹുവചനം സ്ത്രീലിംഗമായതുകൊണ്ട് തിൽക്ക എന്ന സ്ത്രീലിംഗം ഉപയോഗിച്ചു എന്നുമാകാം. തിൽക്ക റുസുലു. കാരണം റുസുലു എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? റിജാലാണ്. മാർസലിൻ കബലിക്ക ഇല്ല റിജാലൻ. മാർസലിൻ കബലിക്ക ഇല്ല റിജാലൻ. താങ്കൾക്ക് മുമ്പ് നാം റജുലുകളെ അല്ലാതെ അയച്ചിട്ടുന്നില്ല. റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ. അപ്പൊ അതായിരിക്കെ തന്നെ റുസുലു എന്നതിന്റെ കൂടെ തിൽക്ക ഉപയോഗിക്കുമ്പോൾ ഒന്ന് അതിന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ട് തിൽക്ക ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ ആയത്തുകളുടെയും അല്ലെങ്കിൽ പ്രവാചകന്മാരുടെയും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് തിൽക്ക ഉപയോഗിച്ചതാകാം, അല്ലെങ്കിൽ ഈ റുസുലിനോട് ചേർത്ത് തിൽക്ക ഉപയോഗിച്ചതാകാം, അല്ലെങ്കിൽ റുസുല് സ്ത്രീലിംഗം കുല്ലു ജംഇൻ മുഅന്നസ് എന്ന അർത്ഥത്തിൽ എല്ലാ ബഹുജനങ്ങളും സ്ത്രീലിംഗമാണ് എന്ന അർത്ഥത്തിൽ തിൽക്ക ഉപയോഗിച്ചത് ആകാം. ഫദ്ദൽന ബഅദഹും അലാ ബഅദ്. ആ ബഅദിന്റെ അവിടെ ഒരു മീൻ ഇട്ടിട്ടുണ്ടല്ലോ, ഇതിനാണ് നിരുപാധികം അവിടെ നിർത്താം. പിന്നെ ബഅദിന്റെ അവിടെ നിർത്തുന്ന എങ്ങനെ നിർത്തുക? തിൽക്ക റുസുൽ ഫദ്ദൽന ബഅദഹും അലാ ബഅദ്. വദ്ദാദിനൊരു സിഫത്തുണ്ട്. നമ്മളെ ചില ആൾക്കാരൊക്കെ സിഫത്തും മഖ്റജൊക്കെ പഠിക്കാൻ പോകുന്നതാണ് തജ്വീദിന്റെ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. കാരണം ഇതെല്ലാം എന്താണ്, അഡ്വാൻസ് ലെവലിലുള്ള പഠനമാണ്, ഉയർന്ന തലത്തിലുള്ള പഠനമാണ്. ദ്വാദിനെ കുറിച്ച് പറയുന്നത് എന്നിട്ട് കുല്ലു ആ തജി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പറയാം. ദ്വാദ് എന്ന് പറയുന്നത് ഏറ്റവും ദൈർഘ്യമുള്ള അക്ഷരമാണ്. മഖ്റജിനാലും ഉച്ചാരണത്താലും ദൈർഘ്യമുള്ള അക്ഷരമാണ്. അതേപോലെ ദ്വാദ് അറബി ഭാഷയിലെ ഒരു പ്രധാനപ്പെട്ട അക്ഷരം കൂടി. അറബി ഭാഷയ്ക്ക് ലോകത്ത് ദ്വാദ് എന്ന് പറയാറുണ്ട്, ദ്വാദിന്റെ ഭാഷയുണ്ട്. അപ്പോ ദ്വാദ് എന്ന് പറയുന്ന ഒരു സവിശേഷം അറിയിക്കുന്ന സംഭവമാണ്. അപ്പൊ ദ്വാദിന്റെ ഇസ്തിത്വാലത്ത് എന്ന് പറഞ്ഞാൽ ദ്വാദ് ദൈർഘ്യമേറിയതാണ്. പിന്നെ ദ്വാദ് പറയുമ്പോ മഖ്റജ് എവിടെയാണ്? നാക്ക് എവിടെയാണ് തുറന്നത്? അണപ്പല്ലിന്റെ ഉൾഭിത്തി. അപ്പം അണപ്പല്ലിലാണ് ഇവിടെ ഉള്ളത് അല്ലെ, അല്ലാതെ മുൻപല്ലിലല്ല. ലോ എന്നല്ല പറയുന്നത്. അപ്പൊ ഈ നാക്ക് അണപ്പല്ലിൽ അങ്ങോട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യും? എന്നൊരു ഉച്ചാരണം ഉണ്ടാവും. അവിടെ നിർത്തുന്ന സമയത്ത് സുക്കൂൻ വരും. സുക്കൂൻ വരുമ്പോഴാണ്
അത് ഏറ്റവും ശക്തമായി പ്രകടമാകും. അപ്പൊ അപ്പൊ ഇവിടെ കൈ വെച്ച് നോക്കിയാൽ ഒരു ഉരസൽ കാണും. നാവും അണപ്പല്ലും കൂടെ ഒരേ ശബ്ദം കേൾക്കും എന്ന് കേൾക്കും. അതാണ് ആ അക്ഷരം കറക്റ്റായിട്ട് ഉച്ചരിച്ചു എന്നതിന്റെ അടയാളം. അപ്പൊ ഈ പറഞ്ഞ പോലെ അത് ലോകത്ത് പഠിക്കണം, അതിനു മുമ്പ് വായിച്ചു പഠിക്കണം. അതൊക്കെ വായിച്ചൊക്കെ പഠിച്ചതിന് ശേഷമാണ് മഖ്റജ് കൃത്യമായി എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് അയൽസിന്റെയും അതുപോലെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കുന്നത്? ഇന്ന പോയിന്റിൽ നിന്നും ഇന്ന അക്ഷരം ഉച്ചരിക്കണമെന്ന് ആരും പറയാറില്ല. അവർ പറയുന്നത് ഈ രീതിയിൽ ഉച്ചരിക്കുക. യു ഫോളോ മൈ ലിപ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്റെ ചുണ്ടിനെ ഫോളോ ചെയ്യുക. എന്റെ ചുണ്ട് എങ്ങനെ വയ്ക്കുന്നു? ചികർത്തി വയ്ക്കുന്നു, ചേർത്ത് വയ്ക്കുന്നു, പിന്നെ പറയുമ്പോൾ ഇങ്ങനെ വിടർന്നിരിക്കുന്നു, ഈ ഷേപ്പിലോട്ട് ഈ സൈഡിലോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ്. അതേപോലെയാണ് തജ്വീദ് ചെയ്യേണ്ടത്, പ്രാക്ടിക്കലി പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ടീച്ചേഴ്സ് ലെവലിൽ പഠിക്കും. ഓക്കെ, എന്തായാലും ശബ്ദം എവിടെ നിന്ന് വരുന്നതല്ല, ഈ കവിള് കിടന്ന് വരുന്നതല്ല. അപ്പം ചിലരിൽ ചിലരേക്കാൾ, ചിലർക്ക് മീതെ ചിലര് നാം ശ്രേഷ്ഠത നൽകും. ഇത് പറഞ്ഞതോടൊപ്പം ബക്കറയുടെ തന്നെ അവസാനം പറയുന്ന ഒരു ആയത്ത് കൊണ്ട് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ, അവർക്കിടയിൽ നാം എന്ത് ചെയ്യില്ല, ഒരു വേർതിരിവും കൽപ്പിക്കാറില്ല. അവസാനത്തെ ആയതല്ലേ ബക്കറയിലെ? അപ്പൊ പ്രവാചകന്മാർക്കിടയിൽ യാതൊരു വേർതിരിവും കൽപ്പിക്കാൻ പാടില്ല. അതോടൊപ്പം അള്ളാഹിന്റെ അടുക്കൽ അവർ ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചു. ഇവിടെ തന്നെ പറയുന്നുണ്ട് മൻ കല്ലമല്ലാഹു മിൻഹും, മൻ അവരിൽ ഉൾപ്പെട്ടതാണ്, മൻ ചിലർ, കല്ലമല്ലാഹ് അള്ളാഹ് സംസാരിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു കല്ലമല്ലാഹു മൂസാ തക്ലീമ, അള്ളാഹ് നന്നായിട്ട് സംസാരിച്ചു വന്നു. കല്ലമയുടെ ക്രിയാധാരം കൂടി ഉപയോഗിച്ചിട്ടാണ് അത് എംഫസൈസ് ചെയ്യാൻ വേണ്ടി. അള്ളാഹു നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനെ. ورفع بعضهم درجات അവരിൽ ചിലരെ പദവികൾ ഉയർത്തി. റഫഅ ബഅദഹും, അവരിൽ ചിലരെ ഉയർത്തി, ദറജാത്തിൻ പല പദവികൾ. അതിന്റെയൊക്കെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ അറിയൂ. ആതീന ഈസ ഇബ്ന മറിയമൽ ബയ്യിനാതി, മറ്റ് പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടില്ലാത്ത എന്നിവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എടുത്തു പറയുന്നത് എന്താണ്? ആതീന ഈസ ഇബ്ന മറിയം, ഈസ ഇബ്ന മറിയമിന് ബയ്യിനാത്ത് കൊടുത്തു, സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു, തെളിവുകൾ, പ്രമാണങ്ങൾ കൊടുത്തു. നമുക്കറിയാം ഈസാ നബി അലൈഹി സ്വലാമയ്ക്ക് കൊടുത്ത മോജിസാത്തുകളെ നമ്മൾ പഠിച്ചാൽ മതി. അപ്പം മറ്റ് പ്രവാചകന്മാർക്ക് അല്ലെങ്കിൽ നബിമാർക്ക് കൊടുത്തിട്ടുള്ളതിനേക്കാൾ വ്യതിരിക്തമായ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതിനേക്കാൾ ശ്രേഷ്ഠം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൽ നിന്നും വ്യത്യസ്തമായ ചില അടയാളങ്ങൾ കൊടുത്ത് ഇവിടെ അല്ലാഹ് എടുത്തു പറഞ്ഞിരിക്കുന്നു. ആതീന ഈസ ഇബ്ന മറിയമ അൽ ബയ്യിനാത്ത് വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ്, ജിബ്രീൽ അലൈഹി സ്വലാമിനെ കൊണ്ട്, റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാം, അതാണ് പണ്ഡിതന്മാരുടെ ഒക്കെയും അഭിപ്രായം, ഏകോപിച്ചുള്ള അഭിപ്രായം. റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാമാണ്. അയ്യദ്നാഹു, നാം അദ്ദേഹത്തിന്, അയ്യദ എന്ന് പറഞ്ഞാൽ യദ് നൽകി, യദ് കൈ,
യതെന്ന് പറഞ്ഞാൽ കൈ. അയ്യത കൈ നൽകി, ശക്തി നൽകി, അല്ലെങ്കിൽ കരുത്ത് നൽകി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഭാഷാർത്ഥമായിട്ട് പറയുമ്പോൾ വരിക. നമ്മളൊരു വാക്ക് പഠിക്കുമ്പോൾ അതിന്റെ ഉത്ഭവം കൂടെ പഠിച്ചു വെച്ചാൽ നമുക്ക് അത് മറന്നുമായിരുന്നു. അയ്യദിനാഹ് ബിറോഹൽ ഖുദുസ്, റൂഹൽ ഖുദുസ് കൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിയെ എന്ത് ചെയ്തു? ഈസാ ബിൻ മറിയമിന് ശക്തി നൽകി, അല്ലെങ്കിൽ കരുത്ത് നൽകി. അപ്പം ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിട്ടില്ലേ? തീർച്ചയായും ഉണ്ട്, തീർച്ചയായും ഉണ്ട്. മലക്കുകളെ ഇറക്കി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും സംരക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറയിലായിരിക്കുന്ന സമയത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് ശത്രുക്കൾ വളഞ്ഞിരിക്കെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ പല സന്ദർഭത്തിലും സംരക്ഷിച്ചിട്ടുണ്ട്. സുറാഖ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി വരികയാണ്, പിന്നാലെ വന്ന് അപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട്. അനവധി സന്ദർഭങ്ങൾ ശത്രുക്കൾ വന്ന് ശത്രുക്കൾ എന്ത് ചെയ്തു? ജൂതന്മാര് മതിലിന്റെ മുകളിൽ കല്ലെടുത്ത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഇരിക്കുകയാണ്, ആ കല്ല് മുകളിലൂടെ ഇടാൻ പോയി, അപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ അനവധി സന്ദർഭങ്ങളിൽ സംരക്ഷിച്ചിട്ടുണ്ട്, കരുത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിക്ക് വേറെ ചില രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സംരക്ഷണം നൽകിയിട്ടുണ്ട്. കരുത്ത് നൽകി സംരക്ഷണം എന്നാണ് ഉസ്താദ്. സംരക്ഷണമായിരിക്കാം, എല്ലാത്തിനും വേണ്ടിയുള്ള ശക്തി നൽകി, സംരക്ഷണം ഉണ്ടാവും, ശക്തി ഉണ്ടാവും. അല്ലെ, പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തപ്പോഴത്തേക്ക് അതിന് ഒരു കഷ്ണം ഒരു പൂച്ച വരാനും ആ പൂച്ചയ്ക്ക് ഒരു കഷ്ണം എടുത്ത് ഇട്ട് കൊടുക്കാനും നബിക്ക് സല്ലല്ലാഹു അലൈഹി തോന്നി. അതൊക്കെ എന്താണ്? അതൊക്കെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കൊണ്ട് സംരക്ഷിക്കുന്നതാകാം, അള്ളാഹു വേറെ പല രീതിയിലും സംരക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനെ മാത്രമല്ല സംരക്ഷണവും കരുത്തും നൽകിയിട്ടുണ്ടാവുക. പക്ഷേ അള്ളാഹ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ സവിശേഷത ഉണ്ടാകാം. വലൗ ശാ അല്ലാഹു മഖ്തതല അല്ലദീന മിൻ ബഅദിഹിം മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിനാത്ത്. ഇഖ്തതല ചെയ്തു, പരസ്പരം യുദ്ധം ചെയ്തു, പോരടിച്ചു. അപ്പൊ ഈ പോരടിക്കൽ ഇന്ന് മാത്രമല്ല, അന്നും ഉണ്ടായിരുന്നു. ബനൂ ഇസ്രായേലിന്റെ ചരിത്രം നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് പരസ്പരമുള്ള പോരടിക്കൽ കാണാൻ പറ്റും. ബനൂ ഇസ്രായേലുകാർ തകരാൻ തന്നെ കാരണം അവര് പരസ്പരമുള്ള പോരടിയായിരുന്നു. അവരുടെ തൗറാത്തൊക്കെ നഷ്ടപ്പെടാൻ കാരണം അവർക്കുണ്ടായിരുന്ന ബനൂ ഇസ്രായേലുകാരുടെ അഥവാ അന്നത്തെ മുസ്ലിങ്ങളുടെ കീഴിലുണ്ടായിരുന്ന സാമ്രാജ്യം അല്ലെങ്കിൽ അധികാരം ഒക്കെ നഷ്ടപ്പെടാൻ കാരണം അവർ പരസ്പരം പോരടിച്ചതായിരുന്നു. അതേ അവസ്ഥ തന്നെയാണ് സ്പെയിനിലും മുസ്ലിങ്ങൾക്കുണ്ടായത്. ഇതാ വരൂ, നിങ്ങൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞ് ശത്രുക്കളോട് പറയുക. എന്നിട്ട് എന്ത് ചെയ്തു? ശത്രുക്കൾ വന്ന് ആക്രമിച്ച് കീഴടക്കിയപ്പോൾ ചക്രവർത്തി അവിടെ നിന്ന് മലയിൽ കയറി പോകുന്ന രക്ഷപ്പെടുന്ന സമയത്ത് ഉമ്മയും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉമ്മയും മാതാവും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തെ നോക്കിയിട്ട് കരയുകയാണ്. അപ്പൊ ഉമ്മ ചോദിച്ചു, ആണുങ്ങളെ പോലെ രാജ്യം സംരക്ഷിക്കാതെ പെണ്ണുങ്ങളെ പോലെ ഒന്ന് കരയുകയാണോ? അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു? പരസ്പരം വ്യത്യസ്ത സാമ്രാജ്യങ്ങളായി മാറുകയും പരസ്പരം പോരടിക്കുകയും ചെയ്തു. അവിടെ നിന്നോട്ട് പിന്നെയും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. ഇന്നും സംഭവിക്കുന്നത് എല്ലാ മുസ്ലിങ്ങളും ഏകോപിച്ച് ഒരാൾക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർ തീരുമാനിക്കുന്ന ആളായിരിക്കും ഭരണത്തിൽ വരിക. പക്ഷേ എന്താ പറയാ, അള്ളാഹിൽ അഭയം പ്രാപിക്കല്ലാതെ നമുക്ക് വേറെ ഗത്യന്തരമില്ല. സംഭവിക്കാനതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അവർ വ്യത്യസ്ത ചേരിയിലാണ്. അപ്പൊ എന്താ? ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات. അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, അവർക്ക് من بعد ما جاءتهم البينات, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നു കിട്ടിയതിന് ശേഷം അതെന്ത് ചെയ്തു? ولو شاء الله ما اقتتل, അവർ അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ പരസ്പരം പോരടിക്കുകയില്ല. من بعدهم, അവർക്ക് ശേഷം. നേരത്തെ പറഞ്ഞ ജൂതന്മാർക്ക് ശേഷം, റസൂലിന് ശേഷം. അവർക്ക്
ദൃഷ്ടാന്തങ്ങൾ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയതിനു ശേഷവും ഈ നബിമാർക്ക് ശേഷം അവർ പരസ്പരം പോരടിക്കുകയില്ലായിരുന്നു. വലാകിൻ ഇഖ്തലഫു, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, പക്ഷേ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു, അവർ ഭിന്നിച്ചു. സത്യവിശ്വാസികളോട് അല്ലാഹ് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? പരസ്പരം ഭിന്നിക്കരുത്. തനാസഉ, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്, ശത്രുത പുലർത്തരുത്. തദ്ഹബ റിയഹക്കും, നിങ്ങൾ പരസ്പരം ഭിന്നിച്ചാൽ എന്താവും? തദ്ഹബ റിയഹക്കും, നിങ്ങളുടെ കാറ്റ് പോകും. അതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്, തദ്ഹബ റിയഹക്കും, നിങ്ങളുടെ കാറ്റ് പോകുന്നത്. പരസ്പരം ഭിന്നിക്കാൻ പാടില്ല, ഏകോപിച്ച് നിൽക്കണം. ആമറുക്കും ഹംസ എന്ന് പറഞ്ഞു. ആമറുക്കും ഹംസ, നിങ്ങൾക്ക് ഞാൻ 5 കാര്യങ്ങൾ കൽപ്പിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നെന്താ? അൽ ജമാ. അൽ ജമാ എന്ന് പറഞ്ഞാൽ സംഘടിതത്വം, സംഘടന, ഒറ്റക്കെട്ടായി നിൽക്കുക. പിന്നെ എന്ത് ചെയ്യണം? ആമറുക്കും ഹംസ അൽ ജമാ അസ്സംഉ, പിന്നെ എന്ത് ചെയ്യണം? കേൾക്കണം. അത്താഅതു, അനുസരിക്കണം. അമർക്കും ഹംസ അൽ ജമാ അസ്സംഉ വത്താഅതു വൽ ജിഹാദു വൽ ഹിജ്റത്തു, അൽ ഹിജ്റത്തു വൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഹിജ്റ ചെയ്യണം. എന്തിനു വേണ്ടി ഹിജ്റ ചെയ്യണം? ദീന് നിലനിർത്തുന്നതിന് വേണ്ടി. ദീന് സ്വന്തമായി, സ്വന്തത്തിലും സ്വന്തം ജീവിതത്തിലും സമൂഹത്തിലും നിലനിർത്തുന്നതിന് വേണ്ടി. അതേപോലെ വൽ ജിഹാദ്, ആ ദീനിന്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ അർപ്പിക്കും. ഈ 5 കാര്യം ചെയ്താൽ ഒരിക്കലും മുസ്ലിം സമൂഹം പിന്നോക്കം പോകില്ലെന്ന്. ഓക്കെ. വലാകിൻ ഇഖ്തലഫു, പക്ഷേ അവർ ഭിന്നിച്ചു. ഫമിൻഹും, അങ്ങനെ അവരിൽ നിന്നും ഉണ്ടായി ഒരു വിഭാഗം. ഒരു വിഭാഗം ആമന, ഫമിൻഹും മൻ ആമന, അവരിൽ നിന്നും ചിലർ വിശ്വസിച്ചു. വമിൻഹും മൻ കഫർ, അവരിൽ നിന്നും ചിലർ സത്യം ശരിയായി. വലൗ ശാ അല്ലാഹു മഖ്തതലു, അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ ഭിന്നിക്കുകയില്ലായിരുന്നു. ജാലക്കും ഉമ്മത്തം വാഹിദത്തൻ എന്ന് പറയും. അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഒറ്റ ഉമ്മത്താക്കി മാറ്റാമായിരുന്നു എന്നും ചില സ്ഥലങ്ങളിൽ കാണാം. പക്ഷേ അള്ളാഹ് എന്ത് ചെയ്യാണ്? അള്ളാഹ് നിർബന്ധിച്ചാരെയും പിടിച്ച് നിർബന്ധമായി ചെയ്യുക. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറയാൻ പോകും. മഖ്തതലു വലൗ ശാ അല്ലാഹു മഖ്തതലു വലാകിന്ന അല്ലാഹ യഫ്അലു മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് പോലെയാണ് അള്ളാഹ് പ്രവർത്തിക്കുന്നത്. താൻ ഉദ്ദേശിക്കുന്നത് പോലെയാണ് അള്ളാഹ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ആണ്. അവൻ സൃഷ്ടിക്കുന്നതും രൂപകൽപ്പന ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും എല്ലാം നിർമ്മിക്കുന്നതും എല്ലാം അവനാണ്. അപ്പൊ അവനെ അറിയൂ ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അവന്റെ മഖ്ലൂഖിന്റെ സൃഷ്ടികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അള്ള ചെയ്യുന്നത്. നമ്മൾ ഒരു എഞ്ചിനീയറെ കുറിച്ച് പറയാണ്, അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്, നമുക്കത് അറിയാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അയാൾ ചെയ്യുന്നത് എന്താ? അയാളുടെ അറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ യുക്തമായ രീതിയാണ് സ്വീകരിക്കുന്നത്, അല്ലാതെ അബദ്ധമായ രീതിയല്ല സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ അള്ളാന്റെ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിൽ അവൻ എന്താണ്? ഹക്കീമാണ്, അൽ ഹാക്കിമാണ്, ന്യായാധിപനാണ്, ശരിയായ രീതിയിൽ വിധി കൽപ്പിക്കുന്നവനാണ്, അഹ്കമുൽ ഹാക്കിമീനാണ്. അതേപോലെ ആലിമുൽ അല്ലാമാണ്, എല്ലാം കൊണ്ട് അഭിജ്ഞനാണ്. അപ്പോൾ അവൻ യുക്തമായ ബുദ്ധിപരമായ ഹക്കീമിന് യോജിച്ച ഒരു തീരുമാനമേ എടുക്കുള്ളൂ. അതാണ് ഈ പറയുന്നത്. അത് നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് വലാകിന്നല്ലാഹ യഫ്അലു മാ യുരീദ് എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ, വിശ്വാസികളെ നിങ്ങൾ ചിലവഴിക്കൂ. എവിടെ നിന്ന് ചിലവഴിക്കണം? നിങ്ങളുടെ സ്വത്തുനിന്ന് ചിലവഴിക്കണം എന്നല്ല പറഞ്ഞത്. മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതെന്നും ചിലവഴിക്കുക. അപ്പൊ നമുക്ക് ഇപ്പൊ AI മുഖേന ഉണ്ടാക്കിയ പണമാണെന്ന് പറഞ്ഞാൽ AI ഉണ്ടാക്കാനുള്ള ബുദ്ധി ആര് തന്നു?
ഇതുണ്ടാക്കാനുള്ള ബുദ്ധി തന്നിരിക്കുന്നത് അള്ളയാണ്. അപ്പോ ആ ബുദ്ധി AI ഉണ്ടാക്കാൻ പറ്റിയ ബുദ്ധി എനിക്കുണ്ടെങ്കിൽ, ഈ മനുഷ്യനുണ്ടെങ്കിൽ, ആ മനുഷ്യന്റെ സൃഷ്ടാവായ ഖാലിഖിന്റെ ബുദ്ധി എന്തായിരിക്കും? അതിനെ ഖാലിഖും ബാരിയും മുസവ്വിറുമാണ്. ഇല്ലായ്മയിൽ നിന്നും ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചവനാണ്, പൂർവ്വ മാതൃകയില്ലാതെ. ഇവിടെ എല്ലാം ഈ പറയുന്ന നമ്മളിപ്പം ഒരു പൂർണ്ണമായ അല്ലെങ്കിൽ താരതമ്യേന കുറച്ച് വികസിതമായ അവസ്ഥയിൽ വരുന്നുണ്ട് എന്നേ ഉള്ളൂ. ഇതിനു മുമ്പും ഇതിന്റെ കുറേശ്ശെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല നിലയ്ക്കുമുള്ള ഇതിനെക്കുറിച്ചുള്ള കമ്പ്യൂട്ടർ, അതുമായി ബന്ധപ്പെട്ട ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വന്നാൽ മനസ്സിലാവും. അതൊക്കെ എന്ത് ഇവാലുവേറ്റ് ചെയ്യുകയും കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതിനെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത ചിത്രങ്ങൾ വരാതിരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? അത് നേരത്തെ കണ്ടെത്തുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ ബെൽറ്റ് ഇട്ടതാണോ തൊപ്പി വെച്ചതാണോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള AI സംവിധാനം വന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ നെറ്റിൽ വരുന്ന ചിത്രങ്ങൾ ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. അതുപോലെ സംവിധാനങ്ങളൊക്കെ നേരത്തെ ഉണ്ട്. അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, ഹർക്കത്ത് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ വേറെ വേറെ പല രീതിയിലും. ഒബ്ജക്റ്റ് റീഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അക്ഷരങ്ങൾ റീഡ് ചെയ്യുന്ന, സ്കാൻ ചെയ്യുന്നത്, നമ്മൾ ഫോട്ടോ കോപ്പി ആണെങ്കിൽ പോലും സ്കാൻ ചെയ്ത് റീഡ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അതൊക്കെ വ്യത്യസ്തമായ രീതിയിലുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കുറെ അധികം ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ AI ആയിട്ട് എന്ന് പറയുന്ന രീതിയിൽ വന്നതേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം കണ്ടുപിടിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയെ നിർമ്മിക്കുന്നവന്റെ ബുദ്ധിയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം തന്നിരിക്കുന്നത് നിങ്ങൾക്ക്, ഈ കഴിവുകളെല്ലാം തന്നിരിക്കുന്നത് അള്ളയാണ്. അത് ആ കഴിവ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സമ്പത്തുണ്ടാക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കൂ. ഒരു ദിവസം വരുന്നതിന് മുമ്പ്. കബലി അൻ എന്ന് പറഞ്ഞാൽ ഇത്തിയാൻ. അന്നും അപൂർണ ക്രിയകൾ ചേർന്നുണ്ടായി പ്രിയാതാത്. മീൻ കബലി കബല ഇത്തിയാനി, മീൻ കബലി ഇത്തിയാനി യൗമിൻ, ഒരു ദിവസത്തിന്റെ ആഗമനത്തിന് മുമ്പ്, ഒരു ദിവസം വരുന്നതിന് മുമ്പ്. ആ ദിവസം എന്താണ്? ലാ ബൈഉൻ ഫീഹി, അന്ന ദിവസം ഒരു ഇടപാടുമില്ല. ഇയാൾ കൊടുത്തിട്ട്, കൈക്കൂലി കൊടുത്തിട്ട് രക്ഷപ്പെടുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഹായം വാങ്ങുക, അല്ലെങ്കിൽ അങ്ങോട്ട് സഹായം കൊടുക്കുക, അല്ലെങ്കിൽ ഇടപാട് നടത്തുക, ഒന്നും കൊടുക്കാനോ വാങ്ങാനോ ഇല്ലാത്ത. ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ. വലാ ഖുല്ലത്തുൻ എന്താണ്? മൈത്രി ബന്ധം. ഖലീൽ, അല്ലാഹു ഇബ്രാഹിം ഖലീൽ എന്ന് പറഞ്ഞല്ലോ, ആത്മസുഹൃത്തായി സ്വീകരിച്ചു. അപ്പൊ അതേപോലെ ലാ ഖുല്ലത്തുൻ, തിജാറത്ത് ബൈഅ തിജാറത്ത്, കച്ചവടം ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് വാങ്ങുകയില്ല. അതേപോലെയാണ് തിജാറത്ത്. വലാ ഖുല്ലത്തുൻ വലാ ശഫാഅത്ത്, അതേപോലെ ശുപാർശയും ഇല്ല. ശുപാർശയില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT എന്തെങ്കിലും ജെമിനിയോ പുതിയ ഒരുപാട് സംവിധാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ ശഫാഅത്തിനെ കുറിച്ച് എന്ത് പറയും? ماذا يقول الله تعالى عن الشفاعة عن الشفاعة في القرآن? ഷഫാഅത്തിനെ കുറിച്ച് ഖുർആനിൽ എന്ത് പറയുന്നു നോക്കുക. അപ്പൊ നമുക്ക് അറബിയിൽ, ലളിതമായ അറബിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ലളിതമായ അറബിയിൽ ChatGPTയോ ജെമിനിയോ അതൊക്കെ പറഞ്ഞു. പൂർണ്ണമായും വിശ്വസിക്കുന്നതിന് മുമ്പ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനിൽ അത് തന്നെയാണോ വന്നിരിക്കുന്നതൊക്കെ കൂടെ നോക്കണം. അപ്പോ അന്ധമായ ഒന്നിനെ വിശ്വസിക്കാൻ പാടില്ല. അത് വിശ്വസിക്കാവുന്ന നമ്മൾ ഹാർഡ് കോപ്പിയും നമ്മൾ എന്താണ് ആധികാരികമായ സംവിധാനങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. അതിനെയാണ് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നത്. ഇനി വരും വേറെ സംവിധാനങ്ങൾ വരും, അത് ചെക്ക് ചെയ്യാനുള്ള, പരീക്ഷിക്കാനും വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ വരും. കാരണം നമ്മളെന്താണ്, ഇസ്ലാമിനെ സംബന്ധിച്ചോളം ഓതന്റിക് സോഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ ഊഹാപോഹങ്ങളല്ല. ഓതന്റിക്, ആധികാരികമായ. അപ്പൊ ആധികാരികതയ്ക്ക് കുറെ നിബന്ധനകളൊക്കെ.
അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയും ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് എന്താണ്. ഈ അടുത്ത് ഏതോ ഒരു പണ്ഡിതൻ പറഞ്ഞു ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ആണ് ഏറ്റവും വലിയ അത് മസീഹ് ദജ്ജാലാണ്. ഏറ്റവും വലിയ ദജ്ജാല് ചാറ്റ് ജി പി ടി ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള ഇന്റർനെറ്റിൽ പോലെ തന്നെയാണ്. എല്ലാ സംഗതികളും വരും. ആരെന്ത് എഴുതി അവിടെ വെച്ചിട്ടുണ്ടോ അതെല്ലാം വരും. അത് നോക്കത്തക്ക രീതിയിൽ എഴുതി വെച്ചാൽ വരും. നമ്മളെ പല ഡോക്യുമെന്റുകൾ നോക്കാൻ പറ്റാത്ത രീതിയിൽ എഴുതി വെച്ചു. സെക്കൻഡറി ലെവലിലാണെങ്കിൽ അത് നോക്കാൻ പറ്റില്ല ചാറ്റ് ജി പി ടി. പ്രൈമറി ലെവലിലാണെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. എനിവേ ഇപ്പൊ നമ്മള് ആധാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ചോദിച്ചെന്ന് വിചാരിച്ചു തരാൻ പറ്റൂല. അതേപോലെ ഇലക്ഷൻ എന്താ പറയാ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് സമയം ചോദിച്ചു നോക്ക്. വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട അത് തരാൻ പറ്റില്ല. കാരണം എന്താ സെക്കൻഡറി ലെവൽ കിടക്കുകയാണ്. നമ്മൾ പാസ്വേഡോ ഡീറ്റെയിൽസ് അടിച്ചിട്ട് അതിനകത്ത് കയറിയിട്ട് വേണം നോക്കാൻ. അപ്പൊ അല്ല അങ്ങനെ നോക്കണം നമ്മൾ. ഷഫാഅത്തിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഷഫാഅത്ത് എന്നൊരു സമ്പ്രദായം തന്നെ ഇല്ലെന്നാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാവുക. അതേസമയം ഹദീസിൽ ഷഫാഅത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സെർച്ച് നടത്തുക. സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഷഫാഅത്തിനെ കുറിച്ച് ഖുർആൻ ഇതാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഹദീസ് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് വേറെ ചിന്തിക്കുക. ഓക്കെ ആണോ? പരിശോധിക്കും ആരെങ്കിലും? ചാറ്റ് ജി പി ടിയിൽ നോക്കിക്കൂടാ ഉസ്താദേ? നോക്കാം. ചാറ്റ് ജി പി ടി നോക്കിക്കൂടെ? അല്ല ദജ്ജാല ആരാ പറഞ്ഞു ചാറ്റ് ജി പി ടി നോക്കിക്കൂടെ? ഉസ്താദല്ലേ പറഞ്ഞപ്പോ ദജ്ജാലാണെന്ന്. അതെ നോക്കിക്കോ. അതെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അഭിപ്രായം പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഇതിനെന്ത് ചെയ്യാണ്, ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല. നമ്മളിപ്പോ നെറ്റില് നമ്മൾ കുറെ നമ്മൾ ഹദീസ് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഹദീസ് കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഹദീസ് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പ്രിന്റ് ഔട്ടും കൊടുക്കും. എന്നിട്ട് ഇത് നെറ്റിൽ കോപ്പി ചെയ്യാൻ പറയും. നെറ്റിൽ നിന്ന് അവർ കോപ്പി ചെയ്യും. കോപ്പി ചെയ്ത് നമ്മളെ ബുക്കിൽ ഉള്ളതുപോലെ ആണെങ്കിൽ മാത്രമേ എടുക്കാവൂന്ന് പറയും. അപ്പോ നമ്മുടെ കയ്യിൽ ആധികാരികമായ സംവിധാനം, നമ്മുടെ സോഴ്സ് ആധികാരികത എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടിയതാണ് ആധികാരികത. ഇപ്പൊ ഖുർആൻ അതിന്റെ സ്ക്രിപ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ആധികാരികമായി കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്താൽ നമ്മള് വാമൊഴിയായും വരമൊഴിയായും എന്നാണ് നമ്മൾ പറയുന്നത്. വാമൊഴിയായും വരമൊഴിയായുമാണ് ഖുർആൻ നമുക്ക് കിട്ടിയത്. അതേപോലെ ഹദീസിന്റെ പരമ്പര തനത്. അപ്പൊ ഇതിന് എവിടെയെങ്കിലും ഒരാളൊരു സോഫ്റ്റ് കോപ്പി വന്നിട്ടൊക്കെ തയ്യാറാക്കി ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിലോ, അപ്പൊ അത് നമ്മൾ അങ്ങനെ എടുക്കാൻ പാടില്ല. അപ്പോ ഇപ്പോൾ എന്താ പറയാ, എന്റെ അറിയപ്പെട്ടിടത്തോളം ഇപ്പോൾ അതിന്റെ ആധികാരികത ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഇല്ല. പലരും എന്ത് ചെയ്യുന്നുണ്ട്, സംവിധാനം ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്, ഒരു 99.9% ഉള്ളൂ. ഏത് അതെന്താണ്, ഒരു ആധികാരികമായ സൈറ്റിൽ നമ്മൾ നോക്കും. ആ സൈറ്റിൽ ഈ സൈറ്റ് തരുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ സൈറ്റ് നമ്മൾ ഫോളോ ചെയ്യും. ഇബ്നു ബാസിന്റെ സൈറ്റ് ഉണ്ട്. അതേപോലെ സൗദി അറേബ്യയിലെ സൗദി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റുകളുണ്ട്. അവരൊക്കെ തരുന്ന ഇൻഫർമേഷൻ എന്താണ്, ഏകദേശം 99.999% കറക്റ്റാണ്. ബാക്കി സ്കലിതം എന്ന് പറയുന്നത് ഹ്യൂമൻ എററാണ്. മാനസികമായ അബദ്ധങ്ങൾ ഒരുപക്ഷെ പറ്റാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവരൊക്കെ തരുന്നത് ഓതന്റിക് സോഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ചാറ്റ് ജി പി ടി കൊണ്ട് തരുന്നത് എവിടെ നിന്നാണെന്ന് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. അപ്പൊ അതില് ചില പണ്ഡിതന്മാരെയൊക്കെ അവർ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും അത് കറക്റ്റ് ആയിട്ട് ഇന്ന സൈറ്റിൽ നിന്നുള്ളത് മാത്രം തരണമെന്ന് പറഞ്ഞ് ആ സൈറ്റിലുള്ളത് മാത്രം. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ പറയാ, ത്യാജ്യഗ്രാഹ്യ ശേഷിയോടായിരിക്കണം. രാജ്യഗ്രാഹ്യ ശേഷി എന്ന് പറഞ്ഞാൽ അത് ത്യജിക്കാനും ഗ്രഹിക്കാനും ഉള്ള കഴിവ് നമുക്കുണ്ടായിരിക്കുക. ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എന്ത് ചെയ്യാവുള്ളൂ, ഫോളോ ചെയ്യാവൂ. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്യാൻ പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ആണ് കിട്ടുന്നത്. അതിനെ കൺഫേം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കത് ഒന്നുകൂടെ നോക്കി ഉറപ്പുവരുത്തണം. ഇത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ അതിനെ നിങ്ങൾ അതിൽ കിട്ടുന്ന കംപ്ലീറ്റ് അങ്ങനെ തന്നെ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്.
കാരണം ഞാൻ തന്നെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ എനിക്ക് പല കാര്യങ്ങളും ഖുർആൻ അല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഖുർആൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും, ഇങ്ങനെ ആയത്തില്ലല്ലോ എന്ന് പറയും. നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഖുർആനിക ശൈലിയല്ല എന്ന്. അത് പറയാം അങ്ങനെ ഇല്ല, അത് വേറെ ആരോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവം ഇപ്പോഴുണ്ട്. അപ്പൊ ഷഫാഅത്തിനെ കുറിച്ച് നമ്മൾ നോക്കുക. വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ, സത്യനിഷേധികൾ, സത്യത്തെ മറച്ചു വെക്കുന്നവർ, അവർ തന്നെയാണ് അക്രമികൾ. കാരണം ഞാനൊരു കാര്യം പറയുന്നതിനേക്കാളും നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചാൽ അതിന്റെ 300 ഇരട്ടി ഫലം ചെയ്യുന്നതാണ്. ഞാൻ പറയുന്ന സംഭവം ഷഫാഅത്ത് മുഴുവൻ നിഷേധിച്ച് ചെയ്യാണ് ഖുർആൻ. ഞാനൊരു പ്രസ്താവന ഇറങ്ങി, നിങ്ങൾ നോക്കുക ഷഫാഅത്തിനെ കുറിച്ച് എന്താണ്, ആരെങ്കിലും ഷഫാഅത്ത് ശുപാർശ കൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടുന്ന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ശുപാർശ കൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടുത്തുമെന്നോ ആരെങ്കിലും രക്ഷപ്പെടുത്തുമെന്നോ കണ്ടെത്താൻ പറ്റില്ല. നിങ്ങൾ കണ്ടെത്താൻ പറ്റുമോ നോക്കും, അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കിയ അപ്പൊ ഷഫാഅത്തിനെ കുറിച്ച് ഓരോ ആയത്തിലും ഷഫാഅത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആയത്തുകളിലൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് നോക്കാം. അത് നോക്കിയിട്ട് എഴുതി വെച്ചിട്ട് സമ്മറി ഇടണം ഗ്രൂപ്പിൽ. അപ്പൊ അവിടെ എന്താണെന്ന് മനസ്സിലാവും. പിന്നീട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ് എന്ന് വേറെ പഠിക്കാം. ഇനി 255 സൂക്തം എന്ന് പറയുന്നത് ഏറ്റവും പ്രസിദ്ധമായ സൂറത്താണ്, ആയത്തുൽ കുർസി എന്ന്. ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠത എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് അറിയാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അപ്പൊ നമ്മളിവിടെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന് പറയുന്നത് നിർത്തിയാൽ എങ്ങനെ വായിക്കാം? ഇല്ലാഹു. ഹുവയല്ല, ഹു അല്ല, ഹു. ഹുവു അല്ല, ഹു. അതായത് ഒരു അക്ഷരത്തിന് ലമ്മ് വരികയും അതിനുശേഷം ഉള്ളത് വാവായിരിക്കും ചെയ്താൽ നിർത്തുമ്പോൾ എന്ത് ചെയ്യാ? ദീർഘിപ്പിച്ചാണ് നിർത്തേണ്ടത്. ഹുവ എന്നാണെങ്കിലും നിർത്തുന്ന അക്ഷരം ദീർഘത്തിന്റെ അക്ഷരമായിരിക്കുകയും അതിന്റെ തൊട്ട് മുമ്പുള്ളത് അതിന് യോജിച്ച അടയാളമാണ്. വാവാണ് അവസാനത്തെ അക്ഷരം എങ്കിൽ അതിന് മുമ്പുള്ള അക്ഷരം ലമ്മാണെങ്കിൽ 2 ഹർക്കത്ത് നീട്ടിയാണ് നിർത്തുക. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹുവയിൽ നിർത്തുണ്ടല്ലോ. അവിടെ എന്താണ്? ഹു ഇല്ലാ ഹു എന്നാണ് നിർത്തുക. ഓക്കെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹും ഇല്ല. നമ്മള് നഫിയിൽ ജിൻസ് ഒക്കെ പഠിച്ചു. എന്താ പറയാ, വർഗത്തെ നിഷേധിക്കുന്നില്ല. അപ്പൊ അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനായി ഒരുത്തനും തന്നെ ഇല്ല. 2 രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ഗ്രാമർ പറയുമ്പോൾ ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ആരാധ്യനായി ഒരാളും തന്നെ ഇല്ല. 2, ആരാധനയുടെ ഏതെങ്കിലും ഇനം നൽകപ്പെടേണ്ടതായി ആരും തന്നെ ഇല്ല. ആരാധനയ്ക്കപ്പെടുന്ന വസ്തുക്കളുണ്ടല്ലോ, അത് മനുഷ്യനായിരുന്നാലും ജീവിയായിരുന്നാലും ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഒന്നും തന്നെ ഇല്ല. അതേപോലെ ആരാധനയുടെ ഏതെങ്കിലും ഇനങ്ങൾ നൽകേണ്ടതായി ഒന്നും തന്നെ ഇല്ല. ഇല്ലാഹുവ, അവനല്ല, അല്ലാ അല്ലാതെ. അൽ ഹയ്യ്, അള്ളാഹു ഹയ്യുൻ എന്നല്ല പറഞ്ഞത്. അള്ളാഹു ഹയ്യുൻ എന്നല്ല പറഞ്ഞത്. ഹുവ ഹയ്യുൻ എന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താ? അൽ ഹയ്യ്, ജീവനുള്ളവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാ അതിന്റെ അർത്ഥം. കുല്ലുമൻ അലൈഹ ഫാൻ
വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി. അപ്പൊ അതിന്റെ മേലെയുള്ളതെല്ലാം, ഭൂമിയിലെ കാര്യം പറഞ്ഞു, ഭൂമിയുടെ മേലെയുള്ളതെല്ലാം നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക, അവിടെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ എൻറ്റിറ്റി, അള്ളാന്റെ അസ്തിത്വമല്ലാതെ ബാക്കിയെല്ലാം നശിക്കും. അത് മാത്രമാണ് അവശേഷിക്കുന്നത്. അൽ ഖയ്യൂം. ഖയ്യൂം എന്താ? എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ. അപ്പൊ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനായിട്ട് ഉള്ളവനാണ് അവൻ. ഇവിടെ എല്ലാം എന്ത് ചെയ്ത അൽ ചേർന്നിട്ടാ പറഞ്ഞിരിക്കുന്നത്. അൽ ചേർക്കുന്നത് എന്താണ്? യുണീക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള അല്ല. യുണീക്ക് എന്ന് പറഞ്ഞാൽ അതായത് അങ്ങനെയുള്ളതായ ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അൽ ഹയ്യ്, അൽ ഖയ്യൂം. അപ്പൊ അൽ ഹയ്യും അൽ ഖയ്യൂമായിട്ടുള്ളവൻ ഒരുത്തനേ ഉള്ളൂ. നമ്മളൊക്കെ ഹയ്യാണ്. നമ്മളെ പോലെ ഹയ്യായിട്ടുള്ള വേറെയും പല സംഗതികളുണ്ട്. നമ്മൾ കാണുന്നതും കാണാത്തതുമായ, നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഹയ്യായിട്ടുള്ള ഒരുപാട് സംഗതിയുണ്ട്. നമ്മൾ നിർജീവം എന്ന് പറയുന്നതും അത് ഹയ്യാണെന്നാണ് പറയുന്നത്, സയൻസ്, ശാസ്ത്രം പറയുന്നത്. അതേസമയം അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നതായ, എന്നെന്നും ജീവിച്ചിരിക്കുന്നതായ ഒരേ ഒരു എൻറ്റിറ്റി മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ഗോഡ്, ദാറ്റ് ഈസ് അള്ളാഹ്. അതാണ് അള്ളാഹ്. അതേപോലെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ. നമ്മൾ ചില അങ്ങനെയൊക്കെ നിയന്ത്രിക്കുന്നു. ഞാനിപ്പോ ക്ലാസ് നിയന്ത്രിക്കുന്നു, അതേപോലെ എന്റെ കമ്പ്യൂട്ടറിൽ കുറെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, അതേപോലെ വേറെ പലരും നിയന്ത്രിക്കുന്നു. നമ്മളിപ്പോ സ്വിച്ച് ഓൺ ചെയ്തപ്പോ വൈദ്യുതി വന്നു, അത് ഓഫ് ചെയ്യുമ്പോ പോയി. അതിന് എന്താ പറയുക, ബോർഡുണ്ട്, കൺട്രോൾ ബോർഡുണ്ട്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓഫ് ആവുന്ന സംവിധാനങ്ങളുണ്ട്, പല സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം എന്താണ്, ഓരോ നിലയ്ക്ക് ഓരോ രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ചില ഭരണാധികാരികൾ അവരുടെ കീഴിലുള്ള രാജ്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു, ചിലർ ലോകത്തെ തന്നെയും കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ കൺട്രോൾ ചെയ്യും. പക്ഷേ എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരുത്തനുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നെതന്യാഹു എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലേ ട്രംപ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതേപോലെ ലോകത്തെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ലോകത്തെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെയും എന്താണ് എന്ന് അറിയണമെങ്കിൽ അൽ ഹയ്യു അൽ ഖയ്യൂം ആരാണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു കോയിൻസിഡൻസ് ഉണ്ടായ ഒരു സംഭവം നിങ്ങൾ കണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴെന്തെങ്കിലും നിങ്ങൾ വാർത്ത ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടായോ? ഇന്നും ഇന്നലെയുള്ള വാർത്ത കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടായോ? വാർത്ത കേൾക്കുന്നുണ്ടോ? വാർത്ത വായിക്കുന്നുണ്ടോ? അറിയുന്നുണ്ടോ? അറിയുന്നില്ല. അതാണ്. അറിയാതിരുന്ന ഒരു കുഴപ്പമില്ല. SIR ആണോ ഉസ്താദ്? SIR ഒക്കെ പോയി, അതൊക്കെ പഴകി പൊളിച്ച കഥ. ഭൂമി പിളർന്ന് എന്താ പുറത്തു വന്നത്? എന്താണ് പുറത്തു വന്നത്? എത്ര 1000 കിലോമീറ്ററാണ് അതിന്റെ പുക ഉയർന്നു പോയത്? ഇന്ത്യയിലും ചൈനയിലും ഒക്കെ എത്തിയിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഇന്ത്യയിലും ചൈനയിലും എത്തി. ഇന്ത്യൻ ഫ്ലൈറ്റുകളൊക്കെ നിർത്തി. നമുക്കൊന്നും തോന്നുന്നില്ല, നമുക്ക് വീട്ടിൽ. അതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ് ഇവിടെ ഒരു ആരാധനാലയം ഉദ്ഘാടനം ചെയ്തത്, അല്ലേ? 100 കണക്കിന് വർഷം നിരാക്ഷേപം ആരാധിച്ചുകൊണ്ടിരുന്ന ആരാധനാലയം തകർത്ത് തരിപ്പണമാക്കി, മണൽത്തരിവ് ഒന്നുമില്ലാതാക്കി, ഒരു അഡ്രസ്സും ഇല്ലാതാക്കി, അവരെല്ലാം ഒന്നുമല്ലാതാക്കി തീർത്തിട്ട് എന്ത് ചെയ്തു? അവിടെ വേറെ ആരാധനാലയം കൊണ്ടുവന്നു. അത് എത്രാമത്തെ വർഷമാണ്? കുറെ നാൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? അത് പറഞ്ഞുകൊണ്ട് അതിന്റെ ആ സിറ്റുവേഷൻ തീവ്രമാക്കി നിർത്തണം. അത് പറഞ്ഞുകൊണ്ട് അതിന്റെ അവസ്ഥകൾ തീവ്രമാക്കി നിർത്തണം. അങ്ങനെ ജ്വലിപ്പിച്ച് നിർത്തണം. എപ്പോഴും കത്ത് നിൽക്കുന്ന ഒരു വിഷയമാക്കി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ പൈസയും തീർന്നു, ഇനി ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇതിൽ ലോകം തന്നെ നടുങ്ങി. തകാദു സമാവാതു യതഫത്തർന,
മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു എന്നൊക്കെ പറഞ്ഞില്ലേ സൂറത്തുൽ മറിയം വായിച്ചു നോക്കുക. അൻ ദഅഉ ലിർറഹ്മാനി വലതാന്നൊക്കെ പറഞ്ഞത്. അല്ല അല്ലാത്ത ആരാധ്യനെ നിങ്ങൾ അത്രത്തോളം പ്രമുഖമാക്കി പ്രാമുഖ്യം കൊടുത്ത് കൽപ്പിച്ചപ്പോ എന്തായി സംഭവിച്ചെന്ന് വായിച്ചു. ലോകം നടുങ്ങുകയാണ് അല്ലേ? ഒരു ഫീലിംഗ് തോന്നിയില്ല നിങ്ങൾക്ക്? മനുഷ്യന്റെ എല്ലാവിധ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്താണ്. മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മനുഷ്യൻ വിചാരിക്കുന്നതെല്ലാം സ്വാഭാവികം നടക്കുന്ന ചില സംഗതികളാണ്, പാഠങ്ങളാണ്. നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതൊക്കെ അള്ളാഹ്ക്കേ അറിയാം. പക്ഷേ എന്തൊന്നുണ്ട്, ഇത് സംഭവിച്ച ഉടനെ അത് സംഭവിക്കുകയാണ്. പാഠങ്ങളില്ലേ നമുക്ക്? മനുഷ്യൻ ചിന്തിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശക്തമായ മഴ പെയ്താൽ അല്ലെങ്കിൽ ഇടിമിന്നൽ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താ പറയാ ഒരു മാനസികമായ ഒരു ഇതുണ്ടാകുന്നവർ, എത്രാളം ഉണ്ടാകുന്നവർ. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്താണ് മനുഷ്യന്മാർക്ക് എത്താൻ പോകുന്നത്? അതുപോലെയാണ് നമ്മൾ ചിന്തിക്കണം. ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവ വികാസങ്ങളൊക്കെ ചിലപ്പോൾ അതും ഇതും തമ്മിൽ ബന്ധം ഉണ്ടാകാം. അത് അള്ളാഹ്ക്കേ അറിയാവൂ. അപ്പൊ ഇവിടെ അല്ല സംഭവിച്ചതെന്ന് പറയും, അത് വേറെ എവിടെയാണ് സംഭവിച്ചത്. പക്ഷെ അതിന്റെ എഫക്റ്റ് ഇത്രയും കിലോമീറ്റർ അകലെ ഇവിടെ വരുന്നുണ്ട്. അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിലാണ് അത് എത്തിപ്പെട്ടിട്ടുള്ളത്. ആയിരക്കണക്കിന് കിലോമീറ്റർ, കേട്ടോ, മീറ്റർ അല്ല, കിലോമീറ്റർ ആണ് അതിന്റെ പുകയും കരിയും. എന്താണ് അതിന്റെ വെറും പുക മാത്രമല്ല, കരിയും അതിന്റെ അംശങ്ങളും പാർട്സുകൾ, അതിന്റെ എന്താ പറയാ ചെറിയ ചെറിയ കഷണങ്ങൾ, വളരെ ചെറുതാണെങ്കിലും കഷണങ്ങൾ, അത് കണ്ണിലും ഫ്ലൈറ്റിലൊക്കെ അടിച്ചാൽ ഫ്ലൈറ്റിന് തകരാറ് വരത്തക്ക രീതിയിലുള്ളതാണെന്ന് അത് നിങ്ങൾ കേൾക്കാറേയില്ല. കേൾക്കാൻ നമ്മൾ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ എല്ലാം നമുക്കറിയണം. എന്നാലേ നമുക്ക് തൗഹീദ് അറിയാൻ പറ്റുള്ളൂ. പ്രപഞ്ചത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. അപ്പോ അതാണ് അൽ ഹയ്യു അൽ ഖയ്യൂം. അപ്പൊ എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ആരാ? മനുഷ്യന്റെ വല്ല നിയന്ത്രണം ഉണ്ടോ? അതാണ് ഖയ്യൂമാണ്, അൽ ഖയ്യൂമാണ്. അപ്പൊ ഈ അള്ളാന്റെ സിഫത്തുകൾ പറയുന്നിടത്തെല്ലാം, അള്ളാന്റെ അസ്മാവും സിഫാത്തുകളും പറയുന്നിടത്തെല്ലാം എന്താണ് അൽ ചേർത്തിട്ടുള്ളതാണ്. അള്ളാന്റെ സിഫാത്തുകളും അസ്മാകളും. റഹീം എന്ന് പറഞ്ഞു, നമ്മൾ ഒരാൾക്ക് കരുണാകരൻ എന്ന് പേരിട്ടു, അല്ലെങ്കിൽ കരുണാനിധി എന്ന് പേരിട്ടു. ഒരാളെ നമ്മൾ റഹീം എന്ന് പേര് വിളിച്ചു. കരുണയുണ്ട്, കൊണ്ടാകണം എന്ന അർത്ഥത്തിലാണ് അയാളുടെ വാപ്പ റഹീം എന്ന് പേരിട്ടു. അല്ലെങ്കിൽ കരുണാനിധി എന്ന് മലയാളത്തിൽ പേരിട്ടു, അല്ലെങ്കിൽ കരുണാകരൻ എന്ന് പേരിട്ടു, കരുണാനിധി എന്ന് തമിഴിൽ പേരിട്ടു. പക്ഷേ അർ റഹീം അർ റഹ്മാൻ ആയിട്ടുള്ളവൻ ഒരുത്തനേ ഉള്ളൂ. അത് യുണീക്ക് ആയിട്ടുള്ള പേരാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അൽ ഹയ്യു അൽ ഖയ്യൂം. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനായി ഒരുത്തൻ മാത്രമേ ഉണ്ടാകാവൂ. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. സിനത്തുൻ എന്താ? മയക്കം. മയക്കം, ഉറങ്ങാൻ പോകുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല. വലാ നൗമിന്, ഉറങ്ങുന്ന അവസ്ഥയേ ഇല്ല. അതേസമയം ബാക്കി എല്ലാത്തിനും നിശ്ചലമാകുന്ന ഒരു അവസ്ഥയുണ്ട്, സ്റ്റാൻഡ് സ്റ്റിൽ ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അശ്രദ്ധമാകുന്ന അവസ്ഥയും ഇല്ല. ലാ തഅഖുദുഹു സിനത്തുൻ, ഒരു മയക്കവും ഉണ്ടാകുന്നില്ല. വലാ നൗമുൻ, ഉറക്കവുമില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഭരണാധികാരിയായിരുന്നാലും, നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഭരണകർത്താവായിരുന്നാലും, ആ ഭരണകർത്താവിന് എത്രത്തോളം സ്വാധീനമുണ്ട്, എത്രത്തോളം ഉടമസ്ഥതയുണ്ട്. അയാൾക്ക് അയാളുടെ കയ്യിലെയോ കാലിന്റെയോ കണ്ണിന്റെയോ പിരികത്തിന്റെയോ രോമത്തിന്റെ പോലും ഉടമസ്ഥാവകാശം ഇല്ല. അയാൾ പറയുന്ന പോലെ അല്ല അയാളുടെ രോമം ഇരിക്കുന്നത്, ആണോ?
അങ്ങനെ പറയാൻ പറ്റും? ഏതെങ്കിലും ഒരാളുടെ ഉടമസ്ഥതയാണ് അയാളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗം പറയാൻ പറ്റില്ല. അയാൾ കൈ പൊക്കണം എന്ന് വിചാരിച്ച് അള്ള വിചാരിച്ചതിന് മാത്രമേ എനിക്ക് പൊക്കാൻ പറ്റൂ. ഇതിപ്പോ പൊങ്ങൂല ചെല്ലു പൊക്കിയാൽ. അത് ഇവിടെ എന്താ പറയുന്നത്? ലഹു മാ ഫിസ് സമാവാതി. ലഹു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉടമസ്ഥതയാണ്, പൊസസീവ്നെസ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് അറബിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഉടമസ്ഥതയാണ് സൂചിപ്പിക്കുന്നത്. ലാമ് അല്ലെങ്കിൽ ലീ എന്ന് പറയുന്നത് എന്താണ്? ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നത്. ലഹു അവനുള്ളതാണ് മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശത്ത് ഉള്ളതെല്ലാം എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഭൂമി ഈ ആകാശം നിൽക്കുകയാണ്. ഭൂമി അടക്കം പ്രധാനമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാരും വന്നു എന്ന് പറയും. മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരെല്ലാം എത്തിയെന്ന് പറയും. മന്ത്രിമാരെല്ലാം എത്തിയെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അടക്കമായി. മുഖ്യമന്ത്രി അടക്കം വന്നു, മുഖ്യമന്ത്രി പ്രത്യേകമാണ് എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഭൂമി അടക്കം ആകാശങ്ങളൊക്കെയും അവനുള്ളതാണ്. ആകാശങ്ങളിലുള്ളതൊക്കെയും അവനുള്ളതാണ്. അള്ളാഹുവില്ലാതെ ഭൂമിയിലുള്ളത് അടക്കം. അല്ലദീ യശ്ഫഉ ഇൻദഹു, ഇതാരാണ്? ഇവിടെ വീണ്ടും ചോദിക്കുകയാണ്. നേരത്തെ നമ്മൾ എന്താ പറയുക ശഫാഅത്തിനെ കുറിച്ച്? ലാ ബൈഅൻ ഫീഹി വലാ ഖുല്ലത്തും വലാ ശഫാഅത്തും എന്ന് നമ്മൾ നേരത്തെ പഠിച്ച, ഇനിയും വരും. അല്ല, നേരത്തെ 2 പ്രാവശ്യം വന്നെന്ന് തോന്നുന്നു അല്ലേ? നേരത്തെ 2 പ്രാവശ്യം പറഞ്ഞു. അല്ലെങ്കിൽ ഇനി 1 പ്രാവശ്യം വരും, 1 പ്രാവശ്യം കഴിഞ്ഞു പോയി. ഈ ലാ ബൈഅൻ ഫീഹി വലാ ഖുല്ലത്തും വലാ ശഫാഅത്തും എന്ന് വലാ ശഫാഅത്തും ലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തും എന്ന് പറഞ്ഞു. ലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തും ലാ യുഖദു മിൻഹാ ശഫാഅത്തും വേറെ സ്ഥലത്ത് പറഞ്ഞു. അതൊന്നാണിത്. 3 പ്രാവശ്യം ഇവിടെ തന്നെ ഇതേ അർത്ഥം തന്നെ പറഞ്ഞു ഈ സൂറത്തിൽ തന്നെ. അത് കൂടാതെയാണ് മൻ ജല്ലദീ യശ്ഫഉ ഇൻദഹു, അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവനായി ആരാണുള്ളത്? അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവൻ ആരാണുള്ളത്? മൻ ഹാദ എന്ന് ചോദിക്കുന്ന പോലെ അത് യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, വിതൗട്ട് ഹിസ് പെർമിഷൻ. ബിഇദ്നി, ഇല്ലാ ബിഇദ്നി, അവന്റെ അനുമതി കൂടാതെ. അപ്പൊ ശഫാഅത്ത് ഉണ്ട് എന്നൊരു എന്തായി ഒരു സൂചന ഉണ്ട്. അതിനും എന്ത് വേണം? പെർമിഷൻ വേണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹദീസിൽ വന്നിരിക്കുന്ന ഒരു ശഫാഅത്തിനെ കുറിച്ച് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി അരിശിന്റെ താഴെ സുജൂദിലായി വീണു എന്നാണ് പറയുന്നത്. എല്ലാ നബിമാരോടും ചെന്ന് ജനങ്ങൾ പറഞ്ഞു, ഈ വിചാരണയൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തരണേ. ജഡ്ജിമെന്റ് നടന്നിട്ട് നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക്, സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക്, ഒന്ന് കല്ലും നെല്ലും വേർതിരിച്ച് കിട്ടിയാൽ തിരക്കില്ലാന്നുള്ള തോന്നൽ ജനങ്ങൾ ആദം നബി അലൈഹി സ്വലാമിന് മുതൽ എല്ലാ നബിമാരെയും സമീപിച്ചു. ഓരോ നബിമാരും കൈയൊഴിയുകയാണ്. ആദ്യം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ കനി തിന്നുപോയി. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ ഒരാളെ കൊന്നുപോയി. അങ്ങനെ ഓരോരുത്തരും ഓരോ ഒഴികഴി പറഞ്ഞിട്ട് അവർ രക്ഷപ്പെടുക. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് അവർ പറഞ്ഞു, ജനങ്ങൾ പറയുകയാണ്, താങ്കൾ ഖാത്തമുൻ നബിയ്യീനാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഈ വിചാരണ നടന്നു കിട്ടാൻ വേണ്ടി ശുപാർശ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുന്നത്? അർശിന്റെ അടുക്കൽ പോയി സുജൂദിലായി വീഴുകയാണ്. അത് എത്ര ദിവസം എന്നറിയില്ല. അപ്പോ കാന മിഖ്ദാറുഹു 50 അൽഫ സനത്തിന് എന്നാണ്. ഇവിടത്തെ ദിവസം വെച്ച് നോക്കിയാൽ അവിടത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 വർഷമാണ്. അപ്പൊ 50,000 വർഷം പോലുള്ള എത്ര ദിവസങ്ങൾ കഴിഞ്ഞു പോയി എന്നും എത്ര കാലം കഴിഞ്ഞു പോയി എന്നും അറിയില്ല. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് അള്ളാഹ് സുബ്ഹാനഹു വ തആല വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, യാ മുഹമ്മദ് നീ തല ഉയർത്തു, ഫസ്അൽ, നിനക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ശുപാർശ ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. നമ്മൾ സൂറത്തുൽ നബയിൽ പഠിച്ചില്ല, അവിടെ എന്താ പറഞ്ഞത്?
അവിടെ ഉണ്ട് സൂറത്തുൽ നബയിൽ. എല്ലാരും ഉറങ്ങാണ്. ഉറങ്ങുവന്നല്ല, സൂറത്തിന്റെ അപ്പയിൽ എന്താ പറഞ്ഞെന്ന് ഓർക്കുക. പുസ്തകപ്പെടുത്ത് നോക്കാണ് അതാ മനസ്സിൽ നോക്കാണ്. മനസ്സിന്ന് ഓർക്കുക. ഉസ്താദ്, ഈ അവിടെ സുജൂദ് എന്ന് പറയുന്നത് പിന്നെ മിറാജിന്റെ രാത്രി ആ സമയത്താണോ? മേരാജിന്റെ രാത്രിയുള്ള അല്ല അല്ല അല്ല. ഇതെന്താണ് ഈ സുജൂദിനെ കുറിച്ച് പറഞ്ഞത് മഹ്ശറിൽ മഹ്ശറിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാം മുതൽ അന്ത്യനാൾ വരെയുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ഓരോ മനുഷ്യനും അവരവൻ ചെയ്ത പാപത്തിന്റെ തോതനുസരിച്ച് വിയർപ്പിൽ കുളിച്ചു നിൽക്കുകയാണ്. ചിലർ ഞെരിയാണി വരെ, ചിലർ മുട്ട് വരെ, ചിലർ അരക്കെട്ട് വരെ, ചിലർ തോള് വരെ, ചിലർ ഇങ്ങനെ തലവരെ. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഇതെങ്ങനെയെങ്കിലും ഒരു ജഡ്ജിമെന്റ് മഹ്ശറിൽ വെച്ച് വിചാരണ നടന്നു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് ഓരോ നബിമാരും ചെന്ന് പറയുകയാണ്, ഈ വിചാരണ നടത്തി തരണമെന്ന് അള്ളാഹയോട് പറയണം എന്ന്. അങ്ങനെ എല്ലാ നബിമാരും കൈയൊഴിഞ്ഞതിന് ശേഷമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജനങ്ങൾ വന്നിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് വിചാരണ നടത്തി തരാൻ അള്ളാഹയോട് പറയണം. അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി അർശിന്റെ താഴെ സുജൂദിലായി വീഴുന്നത്. പിന്നെയാണ് ദീർഘനാളുകൾക്ക് ശേഷം അള്ളാഹ് പറയുന്നത് യാ മുഹമ്മദ് എന്നൊക്കെ പറയുന്നത്. അവിടെ നിന്നാണ് പിന്നീട് വിചാരണ നടത്തി കൊടുക്കണമെന്ന് റെക്കമെൻഡേഷൻ ഉണ്ടാകുന്നത്. അതെ, ഈ കാര്യം നമ്മൾ പറയുമ്പോ നമുക്ക് പാസ്റ്റിൽ പറയാൻ പറ്റുമോ? നമ്മളിതൊരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമല്ലേ? അതെ അതെ അതെ, പാസ്റ്റിലാണ് പറയുന്നത് സാധാരണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി സുജൂദിൽ വീഴും എന്നല്ല പറയുന്നത്, സുജൂദിൽ വീണു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും എന്ന് ഉറപ്പാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറപ്പായും സംഭവിക്കും എന്നതിന് തെളിവാണത്. ഇവിടെ ദാന്നുള്ളത് ഉള്ളാന്നുള്ള അർത്ഥമാണ്. ഹാദ എന്നർത്ഥം. മൻ ഹാദ എന്ന അർത്ഥത്തിലാണ്. ഇതാര്, ഇങ്ങനെ ആരാണുള്ളത് എന്ന് ചോദ്യമാണ്. ഹാവിങ് എന്ന അർത്ഥത്തിലുള്ളതല്ല, ജാദീദും അല്ല. ഓക്കെ, യൗമ യഖൂമുർ റൂഹു വൽ മലായികത്തു സഫൻ എന്ന് പറയുന്നത് അത് ദിവസമായിരിക്കും. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. റഹ്മാൻ വക്കാല സവാബ. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന റഹ്മാൻ. അപ്പം അവിടെ പെർമിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ മിണ്ടാൻ പറ്റുള്ളൂ. ആ ദിവസമായിരിക്കും. അത് ഖിയാമത്ത് നാളിന്റെ ദിവസത്തെ കുറിച്ചാണ് പറഞ്ഞത്. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. പെർമിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ ചുണ്ടനക്കാൻ പറ്റും, നാവനക്കാൻ പറ്റും. പറയുന്നത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടായിരിക്കണം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. യഅലമു മാ ബൈന ഐദീഹിം, അവരുടെ മുന്നിലുള്ളതിനെ അവൻ അറിയും. വമാ ഖൽഫഹും, അവരുടെ പിന്നിലുള്ളത്. ഖൽഫ എന്ന് പറഞ്ഞാല് അവർ കാണാത്തതിനെ അറിയുന്നു. അതേപോലെ അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് അള്ളാഹ് അറിയാം.
വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി. വലാ യുഹീതൂന, അവരാരും എന്ത് ചെയ്യുന്നില്ല. അഹാത യുഹീതു എന്താ അർത്ഥം? വലയം ചെയ്യും. വലയം ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും ഒരു ഒരു നിയന്ത്രണവുമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അറിവുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷനും ഇല്ല. അല്ല യഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അവന്റെ ഇൽമിനെ കുറിച്ച് അവർക്ക് ഒരു അറിവില്ല. ലാ യഅലമൂന അൻ ഇൽമിഹി വലാ യഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി എന്ന് പറഞ്ഞാൽ അവന്റെ ഇൽമിനെ കുറിച്ച് ഒരു അറിവും അവർക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്കില്ല. ഇല്ലാ ബിമാ ശാഅ, അവൻ ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ അള്ളാഹ് തന്ന അറിവൊഴികെ. അള്ളാഹ് തന്ന അറിവൊഴികെ ബാക്കി ഒന്നും ഒരറിവുമില്ല. അപ്പൊ അള്ളാന്റെ അറിവും നമ്മുടെ അറിവും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ലെന്നാണ് പറയുന്നത്. സമുദ്രത്തിൽ ഒരു സൂചിയിട്ട് ആ സൂചി എടുത്താൽ ആ സൂചിയിൽ എത്ര വെള്ളമുണ്ടാകും, ആ നനവും ആ സൂചിയിൽ നിൽക്കുന്ന നനവും സമുദ്രത്തിലെ വെള്ളവും തമ്മിൽ എന്തായിരിക്കും ബന്ധം? എത്ര അംശം ഉണ്ടാവും? ശതമാനം പറയാൻ പറ്റുമോ? ശതമാനം പറയാൻ പറ്റില്ല. സൂചി എടുത്താൽ ആ സൂചിയിൽ ഒരു വെള്ളവും ഉണ്ടാവില്ല. നമ്മൾ തുളച്ചു നോക്കണം. സൂചി എടുത്ത് നോക്കിയാൽ അതിൽ തുളച്ചാൽ വലിയ ജലാംശം ഉണ്ടാകും. അത്രത്തോളം അംശം മാത്രമേ അള്ളാന്റെ അറിവും നമ്മുടെ അറിവും തമ്മിലുള്ള കണക്ഷനുള്ളൂ, ബന്ധമുള്ളൂ. ഒരു ശതമാനം പോലും പറയാൻ പറ്റില്ല. ശതമാനത്തിന്റെ ഒരു ഫ്രാക്ഷൻ, ഒരു അംശം പോലും പറയാൻ പറ്റില്ല. ഇല്ലായ്മ എന്ന് പറയാൻ അവൻ ഉദ്ദേശിച്ചത് ഒഴികെ. അങ്ങനെ അള്ളാഹ് കൊടുക്കാൻ ഉദ്ദേശിച്ച അറിവ് മാത്രമാണ് അവർക്കുള്ളത്. അപ്പൊ നമ്മള് വിചാരിച്ച് മറ്റേ ഇതിന്റെ എന്താ പറയുക, AI ബുദ്ധിയും നിർമ്മിത ബുദ്ധിയും ഓൾറെഡി അള്ളാഹ്ക്കുള്ള ബുദ്ധിയും തമ്മിലുള്ള ബന്ധം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അള്ളാന്റെ എൽമിൽ നിന്നും ഒരു സൂചി ഇട്ടിട്ട് എടുത്തതിൽ ആ എടുത്ത അള്ളാന്റെ എൽമിനെ സമുദ്രമായി കണക്കാക്കിയാൽ ആ സമുദ്രത്തിൽ സൂചി ഇട്ടിട്ടെടുത്ത ആ അറിവ് മാത്രമാണ്, ആ അറിവ് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, AI ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ബുദ്ധി നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം അള്ളാന്റെ കയ്യിരിക്കുകയാണ്. അപ്പൊ ഇനിയും കുറച്ചുകൂടെ കിട്ടാനുണ്ട് മനുഷ്യന്മാർക്ക്. ഈ കാലം കൊണ്ട് പോകുമ്പോൾ കുറെ കൂടെ വരും. അള്ളാഹ് എവിടെയാണുള്ളത്? അള്ളാഹ് അർശിലാണെന്ന് പറഞ്ഞു അല്ലേ? അള്ളാന്റെ അർശ് എന്ന് പറഞ്ഞ കുർസിയായിട്ട് കണക്കാക്കിയാൽ ആ കുർസി എവിടെ ഇരിക്കുന്നത്? ലോകം മുഴുവൻ, പ്രപഞ്ചമഖിലം ചൂഴ്ന്നു നിൽക്കുന്നതാണ് അവന്റെ കുർസി. അവന്റെ കുർസി ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല അല്ലേ? സമാവാത്ത്, നേരത്തെ പറഞ്ഞ പോലെ സമാവാത്തിന്റെ മുകളിൽ മുഴുവൻ പരന്ന് നിൽക്കുന്നതാണ്, വ്യാപിച്ചു നിൽക്കുന്നതാണ് അവന്റെ കുർസി. പിന്നെ അറുന്ന് പറയേണ്ടതില്ല. എന്നാലും അറിവ് ഒന്നുകൂടെ പറയാൻ അറുതിലും ഉണ്ട്. ആകാശഭൂമികൾ മുഴുവൻ വികസിച്ചു നിൽക്കുന്നതാണ് അതിന്റെ കുർസി. അങ്ങനെ വന്നോ പണ്ഡിതന്മാർ അതിനെ പല രീതിയിൽ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവന്റെ കുർസി എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്, ഒരു അസ്തിത്വമാണ് എന്ന് കണക്കാക്കിയാൽ ആ കുർസി എന്ന് പറയുന്ന, നമ്മളെ കുർസി എന്ന് പറയുന്ന പോലത്തെ കുർസിയെ നമുക്ക് അറിയാൻ പറ്റില്ല. കുർസി എന്ന് പറഞ്ഞാൽ കസേര എന്നാണ്. അതിന്റെ പീഠമെന്നോ ഇരിപ്പിടമെന്നോ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പക്ഷേ ഇനി അത് ഫിസിക്കലി ഉള്ള ഒരു വസ്തുവാണ് എന്ന് കണക്കാക്കിയാൽ ആകാശഭൂമികൾ മുഴുവൻ വലിപ്പത്തിൽ നിൽക്കുന്നതാണ്. അങ്ങനെയല്ല, വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അങ്ങനെ ആകാം, ആയിക്കൂടാകയില്ല, അതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല രണ്ടാമത്തെ വിശദീകരണത്തിന്. അപ്പൊ അവന്റെ കൺട്രോൾ മുഴുവൻ സ്ഥലങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നതാണ്. അവന്റെ കുർസി ഇവിടെ എല്ലാം വ്യാപിച്ചു നിൽക്കുന്നതാണെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ കൺട്രോൾ എല്ലാ സ്ഥലത്തും വ്യാപിച്ചു നിൽക്കുന്നു. അസമാവാത്ത് വല്ലാറും. ഇവിടെയാണ് ഈ ഏകവചനം പറയുന്നതിനും ബഹുവചനം പറയുന്നതിന്റെയും പ്രത്യേകം നമുക്ക് പറയുന്നത് മനസ്സിലാകുന്നത്. അപ്പം എന്തിരിക്കാം, സമാ എന്ന് പറയുന്നതിന് പകരം സമാവാത്ത്. അപ്പൊ ആകാശത്തിന്റെ ഏതെല്ലാം തരത്തിലുള്ള ആകാശമുണ്ടോ, ശൂന്യം എന്ന് നമ്മൾ പറയുന്ന ആകാശവും, ശൂന്യം എന്ന് നമ്മൾ പറയുന്നെങ്കിലും അവിടെ ശൂന്യമല്ല,
ശൂന്യം എന്ന് പറയുന്നത് എന്തോ ഒരു വസ്തു അവിടെ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? ശൂന്യാകാശം എന്ന് പറയുമ്പോൾ ശൂന്യാകാശം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശൂന്യമാണോ? യഥാർത്ഥത്തിൽ ശൂന്യമായ ഒരു സ്ഥലത്തെ കുറിച്ചാണോ ശൂന്യാകാശം എന്ന് പറയുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴും? അതേ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത് ശൂന്യാകാശത്തല്ലേ? നക്ഷത്രങ്ങളൊക്കെ ഉള്ള ശൂന്യാകാശത്തല്ലേ? ഓക്സിജൻ ഇല്ലാത്ത എങ്ങനെ? ഓക്സിജൻ ഓക്സിജൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഓക്സിജൻ ഫ്രീ ഫ്രം ദ ഓക്സിജൻ, നോ ഓക്സിജൻ, അതാണ് ഇല്ല എന്ന് പറയുന്നത്, ശൂന്യം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരുപാട് സംഗതികൾ അവിടെ ഉണ്ട്. അപ്പൊ ആ ആകാശം മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്നതാണ് അവന്റെ കൺട്രോൾ. അതേപോലെ അവന്റെ കുർസി, അങ്ങനെയും ആകാമെന്ന് പറയാം. പക്ഷെ ആ കുർസി എന്ന് പറഞ്ഞാൽ അവന്റെ അധികാര പീഠം എന്നും പറയാം. പക്ഷേ ആ കുർസിക്ക് സമാവാത്തു വല്ല വേണമെങ്കിലാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് നമ്മളെ എങ്ങനെയാണ് അള്ളാന്റെ കുർസി എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. വല യഊദുഹു, യഊദു അതിന്റെ ഘടന എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മള് ആദ യഊദു, ഹംസ് പറയുമ്പോ ടെമ്പറാക്കി പറയണം. ആദ യഊദു എന്ന് പറഞ്ഞാൽ ഭാരമായി, ബുദ്ധിമുട്ടായി. വല യഊദുഹു, അവന് ബുദ്ധിമുട്ടാവുകയില്ല. ഹിഫ്ദുഹുമാ, അവ രണ്ടിനെയും സംരക്ഷിക്കുന്നത്, ആകാശങ്ങളെയും ഭൂമിയെയും. അപ്പൊ ആകാശങ്ങൾ എന്ന് പറഞ്ഞത് എന്തിനാണെന്നാണ് പറഞ്ഞു നേരത്തെ. വ്യത്യസ്ത തലത്തിലുള്ള ഇനത്തിലുള്ള ആകാശങ്ങളുണ്ട്. ആ ആകാശങ്ങളൊക്കെയും, അത് ബഹുവചനം പറഞ്ഞു, ആ ആകാശങ്ങളൊക്കെയും. ഈ സമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇനത്തിലുള്ള ആകാശം ആയി പോയാലോ? അതുകൊണ്ടാണ് സമാവാത്ത്, എല്ലാ സ്ഥലത്തിലും സമാവാത്ത് എന്ന് പറയും. ആ സഭ എന്ന് പറഞ്ഞു. സഭ ഇല്ലെങ്കിലും ഇവിടെ സഭ പറഞ്ഞില്ലല്ലോ. പക്ഷേ കുറിച്ച് സമാവാത്ത്, എത്ര ആകാശമുണ്ടെങ്കിലും എല്ലാ ആകാശത്തിലും പറഞ്ഞിരിക്കുന്നു. അവ രണ്ടിനെയും, ആ ആകാശങ്ങളെയും ഈ ഭൂമിയെയും, ഇത് രണ്ടിനത്തെയുമാണ് പറഞ്ഞത്. അവ രണ്ടിനെയും സംരക്ഷിക്കുന്നത് അവന് പ്രയാസമുണ്ടാക്കുന്നില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ഏതെങ്കിലും ഒന്നിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ഈ കൈ, വിരല്, അതിലുള്ള ഒരു കോശം, ഒരു ചെറിയൊരു സെല്ല് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കോശം നമ്മൾ പറയുന്നത് കോശത്തെ നമുക്ക് കാണാൻ പറ്റും. ക്യാൻസർ ഉണ്ടാകുന്ന കോശം നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ പല ക്യാൻസർ നമ്മുടെ ശരീരത്തിലും കടന്നുകൂടിയിട്ടുണ്ട്. എന്ന് പറയുന്ന നിർജ്ജീവമായ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മൾ ആരോഗ്യവാൻ എന്ന് പറയുന്ന മനുഷ്യൻ പുള്ളി ആരോഗ്യവാനാണോ? എവിടെയെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാകാം. അവിടെയൊക്കെ എന്താണ്, മോർബിഡുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് നിർജ്ജീവമായി പോയിട്ടുണ്ടാകാം. അത് കൂട്ടത്തോടെ നിർജ്ജീവമാകുന്ന സന്ദർഭത്തിൽ അതിനെ ബോഡി ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നതിനാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ബോഡി തന്നെ മാറ്റി നിർത്തിയിരിക്കുക, അതിനെ ഒഴിവാക്കാൻ വേണ്ടി മാറ്റി നിർത്തിക്കുക. പക്ഷെ ഒഴിവാക്കാനുള്ള സംവിധാനം വർക്ക് ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടി അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് മോർബിഡ് എലിമിനേഷൻ നടക്കാത്ത വരുമ്പോഴാണ് അതിനെന്ത് ചെയ്യുന്നത്, നമ്മൾ അവിടെ അടിഞ്ഞുകൂടി. അപ്പൊ അതിന്റെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് നോക്കും. അവിടെ നോക്കുമ്പോഴത്തേക്ക് എന്തായി, അത് ബോഡി എല്ലാം മറച്ചു വെച്ചിരിക്കുന്നതിന് നമ്മൾ പൊളിച്ചെടുക്കും. അതെല്ലാം പിന്നെ അതിൽ വ്യാപിക്കും, സ്പ്രെഡാവും, കുളമാക്കും. പിന്നെ എന്നിട്ടാണ് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ സംഭവം നിർജ്ജീവമായിരുന്നു. അപ്പൊ അത് പറയും അവിടെ ക്യാൻസർ ഉണ്ടെന്ന് പറയും. പിന്നെ ആ ഭാഗം മുറിച്ചു വരണമെന്ന് അവർ പറയുന്നവരൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും അവിടെ ഉണ്ട്. അതിൽ പോലും നമുക്ക് കൺട്രോൾ ഇല്ല. നമ്മളെ കൺട്രോൾ ഉണ്ട് നമ്മൾ പറയുന്ന അതിനകത്ത് നിർജ്ജീവമായ വസ്തുണ്ട്. അതിനെ പുറന്തള്ളാൻ പോലും നമുക്ക് കഴിയുന്നില്ല. നിർജ്ജീവമായതിന് ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ചില സമയത്ത് പിന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാകുമെന്ന് പറയുമല്ലോ. കോൺസ്റ്റിപ്പേഷൻ നിയന്ത്രിക്കുക, എന്താ പറയാ, അത് ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ എന്തുമാത്രം പാടുപെടുന്നുണ്ട്. അതുപോലെ മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് മോഷൻ ആയാലോ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയല്ലേ ആകാശത്തെയോ ഭൂമിയോ സൂര്യനെയോ ചന്ദ്രനെയോ, അതിനൊന്നും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വലായ. അപ്പൊ നിങ്ങൾ ഏത് അള്ളയെ കുറിച്ചാണ്, ഏത് ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്?
ആ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വലാ യഊദുഹു പക്ഷെ അവിടെ അപ്പവും കറിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു രീതിയിലുള്ള പ്രയാസവും അവൻ അനുഭവപ്പെടുന്നില്ല. എന്തെങ്കിലും എന്നോട് പറഞ്ഞായിരുന്നു. വഹുവൽ അലിയു, നേരത്തെ പറഞ്ഞതുപോലെ അൽ അലിയു അൽ അലീമു ആയിട്ടുള്ളവൻ വഹുവ, അവനാണ്. അവനാണെന്ത്? അൽ അലി. അൽ അലി എന്താണ്? ഉന്നതൻ. അപ്പൊ അലി എന്ന് പേരുണ്ടല്ലോ. ഇപ്പൊ നേരത്തെ കേട്ടതെന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക്? അലി എന്ന് പേരുണ്ട്, അള്ളാന്റെ സിഫത്ത് അൽ അലി എന്നുണ്ട്. രണ്ടും പറ്റുമോ? അലിയുബിൻ അബു താലിബ്. അപ്പൊ അലി എന്ന് പേരുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് മാറ്റാൻ പറഞ്ഞില്ല. അല്ലൊന്ന് വരാതിരുന്നാ പോരെ? അൽ ഉള്ളതാണ് എന്ത്? അതുല്യമായത്, യുണീക്കായത്. അവനാണ് അൽ അലിയ്, ഉന്നതനായവൻ. അൽ അലീമു, ഏറ്റവും മഹത്തായവൻ, ഏറ്റവും ഉന്നതനായവൻ, ഏറ്റവും മഹത്തായവൻ. ഇവിടെ സൂപ്പർലേറ്റീവ് പറഞ്ഞില്ലെങ്കിലും ഈ അൽ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഈ അൽ വരുന്നത് നമ്മളിപ്പം ദീക്ക് തുല്യമായിട്ടെന്ന് നമ്മൾ പറയും. എവിടെയൊക്കെ ദീ ഉപയോഗിക്കുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാവും. നമ്മൾ പറയും ദ സൺ, ദ എർത്ത് എന്ന് പറയും. ഇപ്പൊ എന്തിനാ ദ സൺ എന്ന് പറയുന്നത്? ഈസ് ദർ എനി മോർ ദ സൺ ടു സേ ഇറ്റ് ഈസ് ഡെഫിനിറ്റ് ആൻഡ് ദ അതർ സൺസ് ആർ ഇൻഡെഫിനിറ്റ് എന്ന് പറയേണ്ടതുണ്ടോ? ഇപ്പൊ സണ്ണിനെ സൂചിപ്പിക്കാൻ എന്തിനുള്ള സണ്ണിന്റെ കൂടെ ദ ഉപയോഗിക്കുന്നത്? ഈസ് ഫോർ ദ യുണീക്ക്നെസ്. ദ എർത്ത് എന്ന് പറയുമ്പം നമ്മൾ വേറെ ഗ്രഹങ്ങളുണ്ടെങ്കിലും എർത്തിന് എർത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ദ എർത്ത് എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് ദ എർത്ത് എന്ന് പറയുന്നത്? ഈസ് ഓൺലി വൺ. അത് യുണീക്ക് ആയതുകൊണ്ടാണ്. അപ്പൊ എന്നതുപോലെയാണ് അൽ അലി. അപ്പൊ ഈ അൽ എന്തിനുള്ളതാണ്? യുണീക്ക്നെസ്സിനെ സൂചിപ്പിക്കാണ്ട്, ഏകത്വത്തെ, ഏകമായതിനെ, അതുല്യമായതിനെ സൂചിപ്പിക്കാനുള്ളതാണ് അൽ അലി, അൽ അലി. അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞെടുത്ത് അൽഹംദ് എന്താണ്? സർവസ്തുതി. സർവേ നടന്നിട്ട് അത് വർഗത്തെ സൂചിപ്പിക്കുന്ന അല്ലാണ്. വർഗത്തെ സൂചിപ്പിക്കുന്ന അല്ലാണ്. ഇപ്പൊ നമ്മൾ ദ കാർ എന്ന് പറയുമ്പം എന്ത് കാറാണ്? ദ കാർ നമ്മൾ ജനറലായിട്ട് പറയാണ്. ദ കാർ എന്ന് പറഞ്ഞാൽ ദ കാർ ഹാസ് 4 വീൽസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ അർത്ഥം? ആ കാറല്ല, കാർ എന്നുള്ള ജനറലായിട്ട് പറയുക, ആ വർഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നത്, കളക്റ്റീവ് നോൺ എന്ന് പറയുന്ന പോലെ. അതേപോലെ തന്നെ അൽ ഹംദു, സ്തുതിയിലെ ഇനത്തിലുള്ളതെല്ലാം, വർഗത്തിലുള്ളതെല്ലാം ഇല്ല, അള്ളാഹ്ക്കാണ്. ഇവിടെ പറഞ്ഞ അല്ല എന്താണ്? യുണീക്നെസ്സിനെ സൂചിപ്പിക്കുകയാണ്. ഉന്നതമായതിനെ എല്ലാത്തിനെയും സൂചിപ്പിക്കാനുള്ളതല്ല, ഉന്നതിയുടെ എല്ലാമല്ല. അൽ അലി എന്ന് പറഞ്ഞാൽ ഉന്നതനായവൻ ഒരുത്തനേ ഉള്ളൂ, ഏറ്റവും ഉന്നതനായവൻ ഒരുത്തനേ ഉള്ളൂ. അതാണ് അൽ അലി. അലി വേറെ ഉണ്ട്, നമ്മുടെ അടുത്തൊക്കെ അലിയുണ്ട്. അലി ബിൻ അബി താലിബ് ഉണ്ട്. അത് മാറ്റാൻ മനസ്സിലായത് പറഞ്ഞിട്ടുമില്ല. അതേസമയം അൽ അലിയായവൻ അള്ളയാണ്. അൽ അലീമായവൻ അതാണ് സുബ്ഹാന റബ്ബി അൽ അലീം. ലാ ഇക്രാഹ, അപ്പൊ ആയത്തെ കുറിച്ച് ചേർന്നു, ലാ ഇക്രാഹ ഫിദ്ദീൻ. ദീൻ. പിന്നെ നിങ്ങൾ ഈ ആയത്തെ കുറിച്ച് സംബന്ധിച്ച് നിങ്ങളെ തഫ്സീലുള്ളതൊക്കെ വായിച്ചു നോക്കട്ടെ. അത് ഇല്ലാത്ത മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ട്രഡീഷണലി പറഞ്ഞു വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മനസ്സിന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ചില പോയിന്റുകൾ മാത്രമേ പറയൂ. അഥവാ പറഞ്ഞാല് ലാ ഇക്രാഹ. അപ്പൊ ഇവിടെ ഇക്രാഹിന് എന്താ ചെയ്ത്? വർഗത്തെ നിഷേധിക്കുന്ന ലാ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. വർഗത്തെ നിഷേധിക്കുന്ന ലാ ഉപയോഗിച്ചിട്ടാണ് ലാ ഇക്രാഹ ദീൻ. ദീനിൽ ഒരൊറ്റ നിർബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ ഫർദായ കാര്യങ്ങളൊന്നും ഇല്ല എന്നല്ല അർത്ഥം. നോ കമ്പൽഷൻ. ഇക്രാഹ്, അക്രഹ യുക്രിഹു, യുക്രിഹു. കെരിഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെറുത്തു. കെരിഹ വെറുത്തു. അപ്പൊ ഇക്രാഹ് എന്ന് പറഞ്ഞാല്, അക്രഹ എന്ന് പറഞ്ഞാൽ വെറുപ്പിച്ചു എന്ന് വന്നില്ലേ? കെരിഹ വെറുത്തു, അക്രഹ വെറുപ്പിച്ചു. അപ്പൊ വെറുപ്പോട് കൂടി ചെയ്യിപ്പിച്ചു, അതിനാണ് നിർബന്ധിച്ചു എന്ന അർത്ഥം കൊടുക്കുന്നത്.
ഒരാൾ കമ്പൽ ചെയ്ത് ചെയ്യാം. നമ്മൾ സ്വമേധ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടത്തോട് ചെയ്യുന്നതാണ്. വേറൊരാൾ നിർബന്ധിച്ച് ചെയ്യുമ്പോൾ ഇഷ്ടമില്ലാതെ ചെയ്യുന്നത്. അതാണ് പറഞ്ഞത് ലാ ഇക്റാഹ ഫിദ്ദീനി. അങ്ങനെ ഒരാൾ കമ്പൽ ചെയ്തിട്ടുള്ള സംഭവം ഇസ്ലാമിലില്ല, ദീനിലില്ല. ലാ ഇക്റാഹ, ഒരാളെയും ഒന്നിനും നിർബന്ധിക്കുന്ന സംഗതി ഇസ്ലാമിലില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുക. ലാ ഇക്റാഹ ഫിദ്ദീൻ അതൊരു ഫിലോസഫി, ഒരു തത്വമാണ്, ഒരു ഐഡിയോളജിയാണ്, ഇസ്ലാമിന്റെ ഒരു പ്രിൻസിപ്പിളാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരാളെ നിർബന്ധിക്കാൻ പറ്റും. നീ ഇസ്ലാമാകൂ എന്ന് പറയാൻ പറ്റില്ല. നീ ഷഹാദത്ത് കലിമ ചൊല്ലൂ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെല്ലാം, താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഒരാൾ താല്പര്യനായി വരുന്നു. എന്നാൽ അയാളോട് നമ്മൾ പറയാം, ഓക്കെ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് അതിന്റെ പ്ലഡ്ജ്, അത് ചൊല്ലൂ. അതിനാരെയും അല്ലാതെ ആരെയും ചെയ്യാൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല. അതേസമയം ചില സന്ദർഭത്തിൽ നമ്മൾ യുദ്ധവും അതുപോലെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് പറയും, ഓക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇസ്ലാമിലേക്ക് കടന്നു വരാം. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഈ രാഷ്ട്രം നിങ്ങളുടെ അധീനതയിലാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ടാക്സ് കൊടുക്കണം. അവിടെ എന്തില്ല, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളെ കൊല്ലും എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഇപ്പോൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഇസ്ലാമിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കുക. പിന്നെ നിങ്ങൾ നമ്മളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ യുദ്ധം ചെയ്യും. അതാണ് അവിടെ പറയുന്നത്. ഇക്റാഹ ഫിദ്ദീൻ, ഒരു കമ്പൽഷനും ഇല്ല, ഒന്നിനും നിർബന്ധിക്കാൻ പാടില്ല. തബയ്യന റുഷ്ദു മിനൽ ഗയ്, തബയ്യന വ്യക്തമായിരിക്കുന്നു, റുഷ്ദ് സന്മാർഗം, ഗയ്യ് ദുർമാർഗം. സന്മാർഗം ദുർമാർഗത്തിൽ നിന്നും വേർതിരിഞ്ഞ് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറക്കി തന്നിരിക്കുക. ഹദൈനാഹുൻ നജ്ദൈൻ, രണ്ട് വാക്കുകളും രണ്ട് മലമ്പാതകൾ നമ്മൾ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. രണ്ട് ബ്രോഡ് വേ, ചുരമാർഗം, മാർഗം, അല്ലെ രണ്ട് മാർഗവും വഴികളും ഇത് തുറന്നിരുന്നു. ഇമ്മ ഷാക്കിറും ഇമ്മ കഫൂറ, ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ഷാക്കിറും ഇമ്മ കഫൂറ. മാർഗം നാം കാണിച്ചു കൊടുത്തു. ഇമ്മ ഷാക്കിറും ഇമ്മ കഫൂറ, അവൻ നന്ദിയുള്ളവനാകാം അല്ലെങ്കിൽ കഫൂറുമാകാം. ഇത് ഇവിടെയുള്ള ഓപ്ഷനാണ്. ഈ ലോകം അങ്ങനെ ഒരു ഘടനയിലാണ് ഉള്ളത്. ഈ പ്രപഞ്ചത്തിന്റെ ഘടന അങ്ങനെയാണ്, ഈ ലോകത്തിന്റെ ദുനിയാവിലെ ഘടന അങ്ങനെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ഷഹർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അപ്പൊ ഹുദായും ഫുർഖാനും എന്ത് ചെയ്തിരിക്കുന്നു, തന്നിരിക്കുന്നു, സത്യാസത്യ വിവേചകം തന്നിരിക്കുന്നു. അതേപോലെ തബയ്യന റുഷ്ദു മിനൽ ഗയ്, സന്മാർഗം ദുർമാർഗത്തിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു, വ്യതിരിക്തമായിരിക്കുന്നു. സന്മാർഗം ഏതാണ് ദുർമാർഗം ഏതാണ് എന്ന് അറിയത്തക്ക രീതിയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയി കാണിച്ചു തന്നിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാം, ലാ ഇക്റാഹ, ഒരു കമ്പൽഷനും ഇല്ല, നിങ്ങൾക്ക് ഉചിതമായി നിങ്ങൾക്ക് സ്വീകരിക്കാം. ഫമൻ യക്ഫുർ ബിത്വാഗൂത്ത് എന്നിട്ട് പറയുകയാണ്, ഫമൻ യക്ഫുർ ബിത്വാഗൂത്ത്, നേരത്തെ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ലേ, അതിനെ വേറൊരു തരത്തിൽ പറയുകയാണ്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹു എന്ന് പറഞ്ഞു, അതിനെ വേറെ രീതി പറയുകയാണ്. ഫമൻ യക്ഫുർ, ആരെങ്കിലും നിഷേധിച്ചു, കഫറ യക്ഫുർ നിഷേധിച്ചു, ബിത്വാഗൂത്ത്, താഗൂത്തിലെ, താഗൂത്ത് എന്താണ് നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒന്നുള്ള എന്താണ് വ്യാജ ദൈവങ്ങളല്ലേ, താഗൂത്ത് എന്താ അർത്ഥം പറഞ്ഞു, വ്യാജ ദൈവങ്ങൾ, വ്യാജ ദൈവങ്ങൾ, ദുർമൂർത്തി, വേറെന്താ പറഞ്ഞ, ദുർമൂർത്തികൾ. ഇതൊക്കെ പരിഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഞാൻ വാക്കിൽ കൊടുത്തതേ ഉള്ളൂ. നമ്മൾ സൂറത്തുൽ അലക്ക് പഠിക്കുന്ന സമയത്ത് താഗൂത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ന് വെബിനാറിലുള്ളവർക്ക് കിട്ടും, അല്ലെങ്കിൽ വാട്സപ്പിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, വാട്സപ്പ് വരാൻ സാധ്യത കുറവാണ്. അന്ന് വെബിനാറിലുള്ളവർക്ക് എന്തായിരുന്നാലും കിട്ടിയിട്ടുണ്ടാവും. താഗൂത്ത് എന്ന് പറഞ്ഞാൽ തുക അതിര് കവിഞ്ഞു. അതിര് കവിയുന്നതിന്, ഒരു അടിമ അതിര് കവിയുന്നതിന് പല പല ദർജകളുണ്ട്.
ഒരു അടിമ, ഒരു ദാസൻ, അള്ളാന്റെ മഖ്ലൂഖ്, സൃഷ്ടിയായ ഒരു മനുഷ്യൻ എന്തെയാണ് അതിരി കവിയുന്നതിന് പല ദർജകളുണ്ട്, പല പടികളുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ബാദഹും ദർജാത്ത് എന്ന് പറഞ്ഞ പോലെ പല പദവികൾ ദൂതന്മാർക്കുള്ളതുപോലെ തന്നെ ദാസന്മാർക്കും പല പദവികളുണ്ട്. അതിന്റെ സൂപ്പർലേറ്റീവാണ് താഹൂത്ത് എന്നുള്ളത്. തഹാ എന്ന് പറഞ്ഞാൽ അതിര് കവിയും. അപ്പൊ അതിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? തഹ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് ഖുർആൻ ഭാഷാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ സാഹിത്യമായ രീതി പറഞ്ഞതാണ്. കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ, സൂറത്തുൽ അലഖിൽ പറഞ്ഞു. ഇന്നൽ ഇൻസാന ലയത്ഗാ, മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തഗാ യത്ഗാ, അതിര് കവിയുന്നു. അപ്പൊ ഈ മനുഷ്യന്റെ അതിര് കവിയിൽ എന്താണെന്ന് അറിയണമെങ്കിൽ ഭാഷാർത്ഥത്തിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിര് കവിയിൽ എങ്ങനെയാണെന്നുള്ളത്. എന്താ പറഞ്ഞത്? നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ കാലത്തെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു, വെള്ളം ത്വഗ ആയപ്പോൾ, അതിരി കവിഞ്ഞപ്പോൾ നാം അവരെ ജാരിയയിൽ, അതായത് അവര് കപ്പലിൽ നിങ്ങൾ വഹിച്ചു കൊണ്ടുപോയി. അപ്പൊ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത്? മഴ പെയ്താൽ വെള്ളം വർദ്ധിക്കും. അതിനൊരു കണക്കുണ്ട് അല്ലേ? സാധാരണഗതിയിൽ മഴ പെയ്താൽ വെള്ളം കൂടുന്നതിൽ, കിണറ്റിലൊക്കെ വെള്ളം കൂടിയെന്ന് പറയും. നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായി എന്നൊക്കെ പറയും. സാധാരണഗതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായെന്നൊക്കെ പറയും. ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിനേക്കാളും അധികമായ വെള്ളപ്പൊക്കമാണ് നൂഹ് നബി അലൈഹി സ്വലാമിയുടെ സമയത്തുണ്ടായത്. അതുകൊണ്ടാണ് ഹമൽനാക്കും എന്ന് പറഞ്ഞത്, നാം നിങ്ങളെ വഹിച്ചു കൊണ്ടുപോയി. അപ്പൊ അതിനുവേണ്ടി സംവിധാനം അള്ളാഹ് നേരത്തെ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചു. ഇവിടെ വെള്ളം അതിരി കവിയാൻ പോവുകയാണ്. അതുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു ഒരു കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടു. കപ്പൽ ഉണ്ടാക്കാനുള്ള സംവിധാനം നേരത്തെ തന്നെ ചെയ്തു. അപ്പൊ നൂഹ് നബി നിങ്ങളെയും കൊണ്ട് കപ്പലിൽ പോയെന്നല്ല പറഞ്ഞത്, ഹമൽനാക്കും, നാം നിങ്ങളെ വഹിച്ചു കൊണ്ടുപോയി. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? വെള്ളം അതിരി കവിഞ്ഞു. അപ്പോ നൂഹ് നബി അലൈഹി സ്വലാമിയുടെ മകനെ വിളിച്ചല്ലോ, മോനെ നീ കപ്പലിൽ കയറിക്കോന്ന് പറഞ്ഞു. യാ മുനെ ഇറക്കം മാനാന്ന് പറഞ്ഞു, മോനെ ഞങ്ങളോടൊപ്പം കയറിക്കോന്ന് പറഞ്ഞു. അപ്പൊ മകൻ എന്ത് പറഞ്ഞു? ആവിയില ജബലിൻ, അവിടെ ഒരു പർവ്വതമുണ്ട്, ആ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ കയറി രക്ഷപ്പെട്ടോളാം. അപ്പൊ എന്ത് ചെയ്തു? വെള്ളം അവിടെയും എത്തി. അപ്പം ഉയർന്ന പർവ്വതത്തിൽ കയറി രക്ഷപ്പെടുവാൻ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന അത്ര ഉയരമുള്ള മലയുടെ അല്ലെങ്കിൽ പാറയുടെ മലയുടെ മുകളിൽ, പർവ്വതത്തിന്റെ മുകളിൽ വരെ വെള്ളമെത്തി. അപ്പൊ അതേപോലുള്ള അവസ്ഥയ്ക്കാണ് ത്വഗ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യൻ എന്താ ത്വഗ എന്ന് പറഞ്ഞാൽ? ഇന്നൽ ഇൻസാൻ യത്ഗ എന്ന് പറഞ്ഞാൽ മനുഷ്യന് രണ്ട് വഴി കാണിച്ചു കൊടുത്തില്ലേ? ഈ രണ്ട് വഴിയിൽ ഏത് വഴി കൂടെ പോയാലും ത്വഗ ആവില്ല. രണ്ട് വഴി കാണിച്ചു കൊടുത്തല്ലോ, രണ്ട് വഴി ഹദീനാഹു നജ്ദൈൻ, രണ്ട് വഴി കാണിച്ചു കൊടുത്തു. ഒരു വഴി പോയാൽ സ്വർഗത്തിൽ പോകും, ഒരു വഴി പോയാൽ നരകത്തിൽ പോകും. അത് സംഭവം ശരിയാണ്. പക്ഷേ ത്വഗ ആവണമെങ്കിൽ എന്ത് വേണം? ഈ രണ്ടുമല്ലാത്ത വേറൊരു വഴിയാണ് കാണുന്നത്. അതാണ് എന്നെ ആരാധിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നതാണ് കേൾക്കേണ്ടത്, ഞാൻ പറയുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് കുഴപ്പമുണ്ടാകുന്നത്. കാരണം എന്താ? അവിടെ അവൻ നിയമം കയ്യിലെടുക്കുകയാണ്, അവൻ ദൈവമായി ചമയുകയാണ്. അതാണ് ത്വഗ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഫിരൗന്റെ അടുക്കിലേക്ക് പോയപ്പോ ഫിരൗൻ ത്വഗ ആണെന്ന് പറഞ്ഞു. ഇദ്ഹബ് ഇലാ ഫിരൗന ഇന്നഹു ത്വഗ. ഫിരൗൻ എന്താ പറഞ്ഞത്? അന റബ്ബുക്കുമുൽ അഅ്ലാ ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികളെല്ലാം എന്റെ കീഴാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ? അതാണ് ത്വഗ എന്ന് പറയുന്നത്. അയാൾ നിയമം കയ്യിലെടുക്കുകയും ഞാനെല്ലാ എന്താ പറഞ്ഞത്, നിന്റെ റബ്ബ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു എന്റെ റബ്ബ് അവിടെ ഇരിക്കുകയാണ്, മുകളിലാണെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? ഫിരൗൻ എന്ത് പറഞ്ഞു?
ഖാല യാ ഹാമാൻ ഇബ്നു ലീ സർഹൻ ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ. ഹാമാനെ ഇബ്നു ലീ സർഹൻ, എനിക്കൊരു കൊട്ടാരം, ഒരു 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 എന്താ പറയാ, ഒരു ടവർ ഉണ്ടാക്കി തരൂ. ഞാൻ അവിടെ പോയിട്ട് അത്തലിഉ ഇലാ ഇലാഹി മൂസ, മൂസയുടെ ഇലാഹ് അവിടെ ഉണ്ടോ നോക്കട്ടെ. അതൊക്കെയാണ് എന്ത് പറയുന്നത്, ത്വഹ എന്ന് പറയുന്നത്. മനുഷ്യൻ അള്ളയെ അനുസരിക്കാതെ അള്ളയെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അള്ളയെ അനുസരിച്ചാണ് ജീവിക്കേണ്ടവനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം അവൻ തെറ്റ് ചെയ്യുന്നു. അപ്പൊ അവൻ സാധാരണ തെറ്റാ ചെയ്യുന്നത്. അതേസമയം അള്ളാഹുടെ നിയമം ഞാൻ അനുസരിക്കേണ്ടവനല്ല, അള്ളാഹിന്റെ നിയമം ഞാൻ അനുസരിക്കേണ്ടവനല്ല എന്ന രീതിയിൽ തെറ്റ് ചെയ്യുമ്പോൾ അവൻ രണ്ടാമത്തെ സെക്കൻഡ് ലെവലിലെത്തി. അവനെന്താ അവിടെ കുഫറാണ് ചെയ്യുന്നത്. ആദ്യം അവൻ പാപമാണ് ചെയ്യുന്നത്, ഇസ്മ അല്ലെങ്കിൽ മാശിയത്ത് എന്ന് പറയാം. അവൻ പാപമാണ് ചെയ്യുന്നത്. ഒരു മുസ്ലിം ആയവൻ എന്ത് ചെയ്യും? പാപം ചെയ്യും. കാരണം അവന് കള്ളുപിടിക്കാൻ പാടില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. വ്യഭിചരിക്കാൻ പാടില്ല അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ തെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അവനെന്താണ്? ഒരു പാപിയാണ്, ഒരു തെറ്റ് ചെയ്യുന്നവനാണ്. അതേസമയം ആ പാപം തന്നെ അവൻ ധാർഷ്ട്യത്തോടുകൂടി ചെയ്താൽ അവൻ വേറെ തരത്തിലെത്തി. അവൻ ഫാസിഖായി മാറി. അവൻ രണ്ടാമത് ഞാൻ ആരെയും അനുസരിക്കേണ്ടതില്ല, ഞാൻ അള്ളയെ അനുസരിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവനെന്തായി? അവൻ കാഫിറായി. ഇനി അല്ല, എല്ലാവരും എന്റെ നിയമങ്ങളാണ് അനുസരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്തായി? അവൻ താകൂത്തായി. അവനാണ് ദുർമൂർത്തികൾ, പിന്നെന്താ വാക്ക് പറഞ്ഞ്? ദൈവേതര ശക്തികൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഫമൻ യക്ഫുർ ബിത്താഗൂതി, ദൈവേതരന്മാരെ എല്ലാം നിഷേധിക്കുക, വയുഅ്മിൻ ബില്ലാഹ്, അള്ളയിൽ വിശ്വസിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് ഇതിനോട് ചേർത്ത് വായിച്ചാൽ ലാ ഇലാഹ എന്ന് പറഞ്ഞപ്പം ഇലാഹ് എന്ന രീതിയിൽ ആരൊക്കെ ഉണ്ടോ അതിനെല്ലാം നിഷേധിക്കുന്നതാണ്. അതേപോലെ ഇവിടെ എന്താണ്? അള്ളാഹ് അല്ലാത്ത എല്ലാ ശക്തികളെയും നിഷേധിക്കുന്നതാണ്. ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ ഉസ്ക. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് ഇസ്തംസക എന്ന് പറഞ്ഞാൽ അവൻ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അംസക എന്ന് പറഞ്ഞാൽ പിടിച്ചു. അംസക. ഇസ്തംസക എന്ന് പറഞ്ഞാൽ മുറുകെ പിടിച്ചു. ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്ത്. ഉർവത്ത് എന്താ? പിടിവള്ളി. എങ്ങനെയുള്ള പിടിവള്ളി? ഉസ്ക. ശക്തമായ. അതിന്റെ പുല്ലിംഗം എന്തായി തന്നിരിക്കുന്നത്? ഔസഖു എന്നതാണ് അതിന്റെ പുല്ലിംഗം. അതിന്റെ സ്ത്രീലിംഗമാണ് ഉസ്ക. ഔസത്ത് ഉസ്ക എന്ന് പറഞ്ഞു. ലംഫിസാമലഹ. ഇൻഫസമ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു. ലാ ഇൻഫിസാമ എന്നാണ് ചേർത്ത് വായിക്കുമ്പോ ഇൻഫസമയുടെ ഫസല പറഞ്ഞു. ഇവിടെ ഫസല ഇൻഫസല പറഞ്ഞു. ഫസല അല്ല. ഫസല എന്ന് പറഞ്ഞാൽ മുറിച്ചു. ഇൻഫസലയാണ് മുറിഞ്ഞു. ഇൻഫസല മുറിഞ്ഞു. ഫസല എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാണ്. അപ്പൊ ഇൻഫസമ എന്ന് പറയുന്നത് ഈക്ക് ഉച്ചാരണം ഇല്ലാത്തതാണ് ലം ഫിസാമ എന്ന് പറയുന്നത്. ലാ ഇൻഫിസാമ എന്നാണ്. വർഗത്തെ നിഷേധിക്കുന്ന ലായന അത് പൊട്ടിപ്പോവുകയില്ല. ലംഫിസാമലഹ അത് പൊട്ടിപ്പോവില്ല. ഏത് പൊട്ടിപ്പോവില്ല? ആ ഈമാൻ അവനുണ്ടെങ്കിൽ അവനെന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായ ഒരു പിടിവള്ളിയിലാണ് മുറുക്കി പിടിച്ചിരിക്കുന്നത്. ലംഫിസാമലഹ അത് മുറിഞ്ഞു പോകില്ല. അപ്പൊ ആ ഈമാനിന് ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഈമാനിന് എന്തെങ്കിലും കോട്ടം തട്ടുന്നുണ്ടെങ്കിൽ അവൻ പിടിച്ച പിടുത്തത്തിന് എന്താണ്? സ്ട്രെങ്ത് കുറഞ്ഞു വന്നോ, അല്ലെങ്കിൽ അവൻ മുറുകെ പിടിച്ച വള്ളിക്ക് സ്ട്രെങ്ത് കുറഞ്ഞെന്നോ ആയിത്തീരും. അപ്പൊ ഈമാനിന് കുറവുള്ളതനുസരിച്ച് അവൻ പിടിച്ച വള്ളിക്ക് ബലം കുറയും, അല്ലെങ്കിൽ അവന്റെ പിടുത്തത്തിന് ബലം കുറയും. അങ്ങനെ വരുമ്പോൾ അവൻ താഴെ വീണ് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താവും? ആ പിടിവള്ളി പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ പിടി വിട്ട് താഴെ വീണ് പോവുകയും ചെയ്യും. അപ്പോഴെന്തായിരിക്കും? അവൻ നരകത്തിലായിരിക്കും ആപത്ത് എന്ന് പറഞ്ഞാൽ അവൻ
പടുകുഴിയിലായിരിക്കും, വലിയ ആപത്തിലായിരിക്കും എന്ന് വീഴുക. ലംഫിസാമലഹ വല്ലാഹു സമീഉൻ അലീം. അള്ളാഹ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഓക്കെ, അധിക പ്രസംഗമായി പോയോ? ഒരു നഫർ മൗജൂദ്? അതെ, എല്ലാരും ഉണ്ടോന്ന്? ഉപകാരപ്പെടുന്നല്ലേ? ഉണ്ട്. പിന്നെ ചില സംഗതികളൊക്കെ പറയുമ്പോഴത്തേക്ക് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കിട്ടൂല. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സംഗതി വരും, അപ്പോഴാണ് അത് പറയുന്നത്. അതേപോലെ ഉസ്താദെ, നമ്മളെ എന്താ ഈ വസിയ കുർസിയു സമാവാത്യോ എല്ലാവരും പറഞ്ഞില്ലേ, അവിടെ വിശാലത, ആകാശത്തിന്റെ വിശാലതയെ കുറിച്ച് ശാസ്ത്രം പറയുന്നത് ഈ അല്ല നമുക്കതൊന്ന് ഊഹിക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ സൂര്യന്റെ അടുത്ത് നമ്മുടെ ഭൂമി കൊണ്ടു ചെന്ന് വെച്ചാൽ അതൊരു കടുക് മണിയുടെ വലുപ്പം ഉണ്ടാവുള്ളൂ എന്നാണ്. അങ്ങനെ 3 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രം കഴിവുണ്ട് സൂര്യൻ എന്നാ പറയുന്നത്. അത് ചെറിയൊരു നക്ഷത്രമാണ്. അങ്ങനെ ആ അത്രയും വലുപ്പമുള്ള ഈ സൂര്യനെ തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ അടുത്ത് കൊണ്ടുപോയാൽ അത് ഒരു കടുകുമണിയോളുള്ളൂ എന്നാ പറയുന്നത്. 1-2 നക്ഷത്രങ്ങളിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോ ഈ ആകാശം എന്ന് പറയുമ്പോ നമുക്കത് എന്താ പറയാ, അതിനെ എങ്ങനെയാണ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക, എന്താണ് എന്നുള്ളത് വല്ലാത്തൊരു സംഭവമായിട്ട് ശാസ്ത്രം ഇത് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അതിനു അപ്പൊ മുമ്പേ കവി പറഞ്ഞു, നക്ഷത്രങ്ങളും ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ കവി പറഞ്ഞു, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന ചക്രം അതിങ്കിലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനെ സൂര്യൻ ഇവിടെ നിൽക്കുന്നത് 6 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. വീടിന്റെ അകലം എന്ന് പറയുന്നത് നമ്മള് 6 ലക്ഷം കിലോമീറ്റർ. 6 ലക്ഷം കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യനെയാണ് നമ്മളിപ്പോ ചന്ദ്രനിലെ എത്ര കാണുന്നത്, അല്പം കൂടെ വലുപ്പത്തിൽ കാണുന്നത്. അപ്പൊ അതിനടുത്തെത്തിയാൽ എന്തുമാത്രമായിരിക്കും അതിന്റെ വലുപ്പം. അതാ പറയുന്നത്. അപ്പൊ ഇത്രയും കോടാനുകോടി നക്ഷത്രങ്ങളും നമുക്ക് അത് നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമായിട്ടുള്ളത്. അപ്പോ ഈ ആകാശം എന്ന് പറയുമ്പോ നമുക്കത് എന്താ പറയാ, അല്ലാത്തൊരു. അതേപോലെ സൂര്യനോട് അടുത്തുള്ള മറ്റൊരു നക്ഷത്രമാണ് അത്ര ആൽഫ സെഞ്ചുറി. അവിടുന്ന് ഫോൺ ചെയ്താൽ അതിന്റെ സൗണ്ട് ഭൂമിയിലെത്താൻ 4 വർഷം എടുക്കുന്ന പറയുന്നത്. അപ്പൊ അത്ര അകലം. ഇന്നിപ്പോ നമുക്ക് ഇവിടുന്ന് ഫോൺ ചെയ്ത അമേരിക്കയിൽ സെക്കൻഡ് കൊണ്ട് എത്തില്ലേ. അപ്പൊ അവിടുന്ന് അപ്പൊ ഈ എന്താണ് ആകാശം എന്നുള്ളത് നമുക്ക് എന്താ പറയാ, വല്ലാത്തൊരു അത്ഭുതമായിട്ടാണ് ശാസ്ത്രം. ഇനി വരും കാലങ്ങളിലൊക്കെ ആയിരിക്കും അത് കൂടുതൽ സൂര്യന്റെ രശ്മി എപ്പോഴുദിച്ചതാണ്? സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എത്ര വർഷം വേണം? ഇന്ന് കാണുന്ന സൂര്യനല്ല നമ്മൾ കാണുന്നത്. അതെ അതെ അതെ. ഇന്ന് കാണുന്ന സൂര്യനല്ല അവിടെ ഉള്ളത്. അത് എത്രയോ വർഷങ്ങൾ മുമ്പുള്ള സൂര്യനാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ സൂറത്ത് നബയിൽ പറയുന്നുണ്ടല്ലോ, അന്തും അഷദ് ഹൽക്കൻ അമിസ്സമാ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ ചിന്തിച്ചു നോക്കി, അള്ളാഹു അത് എത്ര പറയുന്നത്. പറഞ്ഞു. അല്ല, ആ ആയത്ത് ഞാനിതിങ്ങനെ കേട്ടുപോഴേ അതിന് തോന്നി, അപ്പൊ സൂര്യനെ സൃഷ്ടിക്കുന്നതാണോ, നിങ്ങളെ സൃഷ്ടിക്കുന്നതാണോ, അതോ ആകാശത്തെ സൃഷ്ടിക്കുന്നതാണോ ക്ലേശകരമായിട്ടുള്ളത്, എന്നിട്ടും അതിനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോഴേ ആകാശം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓക്കെ. അപ്പൊ ചിന്തിക്കുക, പഠിക്കുക, പാഠം ഉൾക്കൊള്ളുക. അത് ഖുർആൻ വായിക്കേണ്ട രീതി വായിക്കുക. ആഴത്തിൽ നമ്മൾ ഇറങ്ങി ചിന്തിക്കണം. ഓരോന്നിലും ഇറങ്ങി ചിന്തിക്കണം. ഓരോ സ്ഥലത്തും അത് അള്ളാഹ് ചോദിക്കുന്നത് കൊണ്ടാണ്. ആ രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കുക. ഈ പറഞ്ഞതുപോലെ വായിക്കുക. നമ്മള്
റിസർച്ച് നടത്താൻ വേണ്ടി തന്ന എന്തായിരുന്നു റിസർച്ച് സബ്ജക്ട്? ഷഫാഅത്തിനെ കുറിച്ച് ഖുർആൻ മാതാ എന്താ പറയുന്നത്? യഖൂലുല്ലാഹു തആല ഫി അനി ശഫാഅത്തി ഫിൽ ഖുർആൻ. മാതാ യഖൂലുല്ലാഹു തആല അനി ശഫാഅത്തി ഫിൽ ഖുർആൻ. ഖുർആനിൽ അല്ലാഹ് എന്ത് പറയുന്നു ശഫാഅത്തിനെ കുറിച്ച് കണ്ടെത്തുക. എന്നിട്ട് ഓരോ ആയത്തിനും പറയുന്ന സാരാംശം. ആയത്ത് കംപ്ലീറ്റ് കോപ്പി ചെയ്തൊന്നും വെക്കരുത്, പരിഭാഷ ചെയ്യുന്നതല്ല നമ്മൾ ജോലി കേട്ടോ. അതിന്റെ സാരാംശം ചുരുങ്ങിയ വാക്കില്, ദീർഘമായിട്ട് എഴുതിയ ആരും വായിക്കില്ല. ഒരുപാട് വാട്സപ്പും ഗ്രൂപ്പുകളൊക്കെ നോക്കാൻ കിടപ്പുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് പഠിക്കണം, അൽബക്ര പഠിക്കണം, അന്നാം പഠിക്കണം, എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അൽബക്രയിലും ഉണ്ടാവും, അന്നാമിലും ഉണ്ടാവും, കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ 3-ാം ഭാഗം പഠിക്കുന്നുണ്ടാവും, പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ടാവും. അപ്പൊ എല്ലാം കൂടെ എല്ലാവർക്കും വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചുരുക്കി മാത്രമേ എഴുതാവൂ. ഒരു കാര്യം 2 സ്ഥലത്ത് പറയും, 2 സ്ഥലത്ത് ഈ കാര്യം പറയണമെന്നത്. ഓക്കെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലിഖാ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. അസ്സലാമു അലൈക്കും.